Good evening, everyone. P block elements നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകാണ്. വെൽക്കം ഓൾ യു ടു Xylem JEEnius channel. അപ്പോൾ നമ്മളതിൽ പി ബ്ലോക്കിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ബോത്ത് ദി പി ബ്ലോക്ക് 1 ആൻഡ് പി ബ്ലോക്ക് 2. അപ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് ഡിലീറ്റഡ് പോർഷൻസ് വന്നിട്ടുണ്ട്. വി ഹാവ് ഓൺലി ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഒക്കറൻസ്, ഫിസിക്കൽ, അറ്റോമിക് പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പി ബ്ലോക്ക് എലിമെന്റ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. വൈ ദേ ആർ കോൾഡ് എസ് പി ബ്ലോക്ക് എലിമെന്റ്സ്, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് പി ബ്ലോക്ക് എലിമെന്റ്സ് നമ്മൾ പറയുന്നത്, പി ബ്ലോക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇനേർട്ട് പെയർ എഫക്റ്റ്, കാറ്റിനേഷൻ, അലോട്രോപ്പി, അതുപോലെ പി ബ്ലോക്കിന് മാത്രമായിട്ട് കണ്ടുവരുന്ന ഈ പ്രത്യേകതകൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനേർട്ട് പെയർ എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ്? ഇനേർട്ട് പെയർ എഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത്? പി ബ്ലോക്ക് എലിമെന്റ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഉണ്ടാവും. താഴേക്ക് വരുന്നതിനനുസരിച്ച് വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ? ലോവർ ആണോ ഹയർ ആണോ? ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആകുന്നു. ഫോർ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഹയോൾ, ഞാൻ ബോറോൺ എടുത്തു, ബോറോൺ ഫാമിലി എടുത്തു, ബോറടിച്ചപ്പോൾ അലുമിനിയം ഗ്യാസ് ഇന്ത്യയിൽ തള്ളി എന്ന് നമ്മൾ ആലോചിച്ചു. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആൻഡ് നിഹോണിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് ഒഴിവാക്കി. വെൻ യു കൺസിഡർ ദെയർ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഷെല്ലിൽ 3 പേരാണ് ഉള്ളത്. 3 പേരില്ലേ? ആ 3 പേരിൽ NS2 NP1 എന്ന് നമ്മൾ വിളിക്കും. ദർ ആർ 2 പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ. പിയിലുള്ള ഇലക്ട്രോണുകൾ മാത്രം പോയി കഴിഞ്ഞാൽ +1ഉം പിയിലെയും എസിലെയും കൂടി വാലൻസ് ഷെല്ല് മുഴുവനായി പോയി കഴിഞ്ഞാൽ +3ഉം. ഈ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളായിരുന്നു പോസിബിൾ ആയത്. ശരിയല്ലേ? ഇനി ഇതിൽ തന്നെ താലിയത്തിന്റെ കേസിൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത് ഏതാ? +1 ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തത്. വൈ? ബിക്കോസ് ഓഫ് ദി പ്രസൻസ്, അതിനെയാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് എഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇലക്ട്രോണുകൾ പുവർ ഷീൽഡേഴ്സ് ആയതുകൊണ്ട് ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തും. അങ്ങനെ പിടിച്ചു നിർത്തിയാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റിമൂവ് ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ എസിലുള്ള ഇലക്ട്രോണുകൾ ഇനേർട്ട് ആവുന്നു. നമ്മൾ ഇതിനെയാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് എല്ലാത്തിലും ബാധകമാണ്. ഞാൻ 13th ഗ്രൂപ്പിലാണ് +1 താഴേക്ക് വരുമ്പോൾ സ്റ്റേബിൾ ആവുന്നു എന്ന് പറഞ്ഞത്. 14th ഗ്രൂപ്പിനാണെങ്കിലോ കെമിസ്ട്രി സർ ഗിവ്സ് ടൺസ് ഓഫ് പ്രോബ്ലംസ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. മേലെയുള്ളവർ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യുമ്പോൾ ലെഡിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ. യു കൺസിഡർ 15th ഗ്രൂപ്പ്. നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമ്മൾ +3 +5 പറയുമ്പോൾ മേലെയുള്ളവർക്ക് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ എങ്കിൽ ബിസ്മത്ത് +3 ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ എപ്പോഴും ഒരു 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് ഈ ഗ്രൂപ്പുകളിൽ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഡിഫറൻസ് കണ്ടുവരുന്നു? ബിക്കോസ് 2 ഇലക്ട്രോണുകളാണ് എസിലുള്ളത്. എസ് ഇലക്ട്രോൺസിന്റെ റിലക്റ്റൻസിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് JEEക്ക് എപ്പോഴും വരാൻ സാധ്യതയുള്ള വന്നിട്ടുള്ള ചോദ്യമാണ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ, +2 അതേത് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് വരാം. ഓക്കെ, അത് കഴിഞ്ഞാണ് കാറ്റിനേഷൻ. ഏറ്റവും കൂടുതൽ നമുക്ക് കാറ്റിനേഷൻ ചോദിക്കാൻ പോകുന്നത് 14th ഗ്രൂപ്പിലാണ്. 14th ഗ്രൂപ്പിലുള്ള കാറ്റിനേഷൻ കാണിക്കുന്നത് ആര്, കാറ്റിനേഷൻ കാണിക്കാത്തത് ആര്, ഇതായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ കാറ്റിനേഷൻ ടെൻഡൻസി കാണിക്കുന്നത് ആരാണ്? കാർബൺ ആണ്. അതുകൊണ്ടാണ് കാർബൺ ഇത്രമാത്രം കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കാർബണിന്റെ കാറ്റിനേഷൻ ടെൻഡൻസി ഈസ് വെരി മച്ച് ഹയർ ദാൻ വെൻ യു കമ്പയർ വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി എലിമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാറ്റിനേഷൻ കാർബൺ, സിലിക്കൺ, ജെർമേനിയവും ടിന്നും തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടെൻഡൻസിയാണ് നമുക്ക് കാണുന്നത്. കാർബൺ വെരി മച്ച് ഗ്രേറ്റർ ദാൻ സിലിക്കൺ, ജെർമേനിയം ടിന്നും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആൻഡ് ലെഡ് ഹാസ് നോ കാറ്റിനേഷൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 14th ഗ്രൂപ്പിലാണ് കാറ്റിനേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ കാറ്റിനേഷൻ കാണിച്ചു? എന്തുകൊണ്ടായിരിക്കും? CC ബോണ്ട് കുറെ കൂടി സ്ട്രോങ് ആണ്. സ്ട്രോങ്ങർ ദി ബോണ്ട്, മോർ ടെൻഡൻസി ടു ഫോം സ്ട്രോങ്ങർ ബോണ്ട്, റൈറ്റ്? കുറെ കൂടി നല്ല സ്റ്റേബിൾ ബോണ്ടുകളാണെങ്കിൽ അവർക്ക് ഫോം ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെ ഇഷ്ടം പോലെ ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോഴാണ് ഈ കാറ്റിനേഷൻ വഴി, സെൽഫ് ലിങ്കിങ് വഴി ഒരുപാട് കോമ്പൗണ്ട്സുകൾ നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ശ്രദ്ധിക്കേണ്ടത് കാറ്റിനേഷൻ 14th ഗ്രൂപ്പിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അതിൽ തന്നെ അവരുടെ ഓർഡർ ചോദിക്കും. കാർബൺ, സിലിക്കൺ, ജെർമേനിയം ടിന്നും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലെഡിന് കാറ്റിനേഷൻ ഇല്ല. 15th ഗ്രൂപ്പിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താ 15th ഗ്രൂപ്പിൽ പറയുന്നത്? നൈട്രജനും ഫോസ്ഫറസും എടുത്തു കഴിഞ്ഞാൽ NN സിംഗിൾ ബോണ്ട് ഈസ് വീക്ക്. NN സിംഗിൾ ബോണ്ട് ഈസ് വീക്കർ ദാൻ PP സിംഗിൾ ബോണ്ട്. കാരണം നൈട്രജന്റെ കേസിൽ വളരെ ചെറുതായപ്പോൾ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ വന്നു. ഡു യു റിമെമ്പർ?
NN single bond is weaker than PP single bond. നൈട്രജന്റെ സിംഗിൾ ബോണ്ടുകൾ വീക്കാണ്, കാരണം നൈട്രജൻ ചെറുതായതുകൊണ്ട് റിപ്പൾഷൻ ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് കാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. ഇത് കൂടാതെ ഇവർ അലോട്രോപ്സ് കാണിക്കുന്നുണ്ട്. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ്, ഫിസിക്കൽ ഫോംസിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ഫോർ എക്സാമ്പിൾ കാർബൺ എടുത്താൽ നമുക്ക് ഗ്രാഫൈറ്റും ഡയമണ്ടും ഫുള്ളറീൻസ് ഒക്കെ കിട്ടുന്നു. സൾഫർ എടുത്താൽ റോംബിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ ഉണ്ടാകുന്നു. ഫോസ്ഫറസ് എടുക്കുമ്പോൾ പല ഫോംസ് ഓഫ് ഫോസ്ഫറസ് ലൈക്ക് വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്, അങ്ങനെ പല ഫോസ്ഫറസ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കെമിക്കലി അവർ സെയിം ആണ്, പക്ഷെ ഫിസിക്കൽ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡുകളെല്ലാം പി ബ്ലോക്കിലുണ്ട്. എസ് ബ്ലോക്ക് കൺസിഡർ ചെയ്താൽ ഹൈഡ്രജനെ മാറ്റി നിർത്തുക, ഹൈഡ്രജന് സ്പെഷ്യൽ പൊസിഷനാണ്. എസ് ബ്ലോക്കിൽ ഉള്ള എല്ലാ ആൾക്കാരും മെറ്റൽസ് ആണ്. 78% ഓഫ് ദി പീരിയോഡിക് ടേബിൾ മെറ്റൽസ് ആണ്. ഡി ബ്ലോക്ക് കംപ്ലീറ്റ്ലി മെറ്റൽസ് ആണ്. എഫ് ബ്ലോക്ക് കംപ്ലീറ്റ്ലി മെറ്റൽസ് ആണ്. എല്ലാ നോൺ മെറ്റൽസിനെയും ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ബ്ലോക്ക് പി ബ്ലോക്ക് ആണ്. അല്ലാതെ ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിലും നമുക്ക് നോൺ മെറ്റൽസ് ഇല്ല, അവരെല്ലാം മെറ്റൽസ് ആണ്. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2024 ഈ ജനുവരി സെഷനിൽ ഈ പോയിന്റിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. വിൽ സീ ദ ക്വസ്റ്റ്യൻ എനിവേ. അപ്പോൾ 13th ഗ്രൂപ്പിന്റെ കേസിൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 13th ഗ്രൂപ്പിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനേർട്ട് പെയർ എഫക്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 13th ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ പറയാ? ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാൻ നിങ്ങൾ നോക്കിയേ, 13th ഗ്രൂപ്പിന്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ്. സോ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. വെരി സിമ്പിൾ. 14th ഗ്രൂപ്പിൽ +4 ആയിരിക്കും. 15th +5 ആണ്, +6, +7 ആൻഡ് +8. ദീസ് ആർ ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിനനുസരിച്ച് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ കാണിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ 13th ഗ്രൂപ്പിലേക്ക് വരുന്നു. 13th ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒന്നാമത്തെ പോയിന്റ്, നിർബന്ധമായിട്ടും നമുക്ക് ഇവരുടെ അബണ്ടൻസിന്റെ ഓർഡർ അറിയണം. എർത്ത് ക്രസ്റ്റിൽ എലിമെന്റ്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. ഇത് NCERT പി ബ്ലോക്കിൽ തന്നെ 3 സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഏതാന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയേൺ. ഓസിക്ക് അൽഫാം കഴിച്ചു. നമ്മൾ എപ്പോഴും പറയുന്നു ഓസിക്ക് അൽഫാം കഴിച്ചു. ഇതാണ് അബണ്ടൻസിന്റെ ഓർഡർ. ഇത് 16th ഗ്രൂപ്പിൽ ഓക്സിജൻ പറയുന്നിടത്തുണ്ട്. 14th ഗ്രൂപ്പിൽ സിലിക്കണിനെ പറയുന്നിടത്തുണ്ട്. 13th ഗ്രൂപ്പിൽ അലൂമിനിയം പറയുന്നിടത്തുണ്ട്. അപ്പോൾ നമുക്ക് പി ബ്ലോക്കിൽ തന്നെ 3 ഇടങ്ങളിലായിട്ട് ഈ അബണ്ടൻസിന്റെ ഓർഡറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എർത്ത് ക്രസ്റ്റിൽ, എർത്തിന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രസന്റ് ആയിരിക്കുന്നത് ഓക്സിജൻ ആണ്. ഓസിക്ക് അൽഫാം കഴിച്ചു. അതിൽ ഓക്സിജനും സിലിക്കണും നോൺ മെറ്റൽ ആണ്. NCERT നോക്കിയാൽ ഓക്സിജനെയും സിലിക്കണിനെയും നോൺ മെറ്റൽസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലിമെന്റ് ഈസ് ഓക്സിജൻ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്? മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് അലൂമിനിയം ആണ്. അലൂമിനിയം ആണ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അലൂമിനിയം എന്ന് പറയുന്നത് 3rd മോസ്റ്റ് അബണ്ടന്റ് എലിമെന്റ് അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ബോറോണിന്റെ കേസിലാണെങ്കിൽ ബോറോൺ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം. ബിക്കോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോമ്പൗണ്ട്സ് ഒന്നും പഠിക്കാനില്ലാത്തത് കൊണ്ട് ഈ ഏരിയ നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ബോറോൺ നോൺ മെറ്റൽ ആണ് ഒബ്വിയസ്ലി, ആൻഡ് ബാക്കിയുള്ളവരൊക്കെ മെറ്റൽസ് ആണ്. ഇവിടുന്ന് നമുക്ക് ചോദ്യം വരാം, മെറ്റലോയിഡുകൾ ആരൊക്കെയാണെന്നുള്ള ചോദ്യം വരാം. 5 മെറ്റലോയിഡുകളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 13th ഗ്രൂപ്പിൽ മെറ്റലോയിഡ്സ് ഇല്ല. 14th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ജെർമേനിയം വരും. 15th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആഴ്സനിക്കും ആന്റിമണിയും വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മെറ്റലോയിഡുകളെ പ്രത്യേകം നമ്മൾ നോട്ടീസ് ചെയ്യണം. സോ ഈ മെറ്റലോയിഡ്സിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ബോറോൺ നോൺ മെറ്റൽ ആണ്, ബാക്കിയുള്ളവർ മെറ്റൽസ് ആണ്. ഫൈൻ. ബോറോൺ എങ്ങനെയാണ് നോൺ മെറ്റലായിട്ട് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് എ ഹാർഡ് സോളിഡ്. ഒരു ബ്ലാക്ക് കളറുള്ള ഹാർഡ് സോളിഡ് ആണ്. കാരണം അതിൻ്റെ ലാറ്റിസ് അങ്ങനെയാണ്, അതിന് സ്ട്രോങ് ലാറ്റിസ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക്. ബോറോൺ ഭയങ്കര ഹാർഡ് ആയതുകൊണ്ട് പൊട്ടിക്കാൻ കഴിയില്ല. അപ്പോൾ പൊട്ടിക്കാൻ കഴിയാത്തതിനെ നമ്മൾ പറയുന്നത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ വളരെ ഹൈ ആണ്. ഐക്കോസാഹെഡ്രൽ സ്ട്രക്ചർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പോൾ ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് സിലിക്കൺ മെറ്റലോയിഡ് അല്ലേന്ന്. അക്കോർഡിംഗ് ടു NCERT സിലിക്കണിനെ നോൺ മെറ്റലായിട്ട് പരിഗണിക്കണം. ഓക്കെ. സിലിക്കണിന്റെ മെറ്റലോയിഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ കാർബൺ ഫാമിലിയിലേക്ക് വരുമ്പോൾ കാർബണിനെയും സിലിക്കണിനെയും നോൺ മെറ്റൽസ് ആയിട്ട് പരിഗണിക്കണം. റെഡി ആനന്ദു? ഓക്കെ.
അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഫാക്ട്സ് ആണ് ആൻഡ് ദർ ഇസ് ഹൈ പ്രോബബിലിറ്റി ടു ആസ്ക് ദി ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത നോക്കിയേ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന അടുത്തയാൾ ഗാലിയത്തിൻ്റെ കേസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗാലിയത്തിൻ്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും പരിഗണിച്ചാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആണ് ഗാലിയത്തിൻ്റെ, എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഇത് മെൻഡലീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കയ്യിലൊരു എലിമെന്റിനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുകിപ്പോവും. കയ്യിൽ നിങ്ങളൊരു എലിമെന്റിനെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുകിപ്പോവും. ഇതാണ് നമ്മുടെ ഗാലിയം. അപ്പോൾ ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവും ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈയും ആണ്. അപ്പോൾ പെട്ടെന്ന് ഉരുകുകയും ചെയ്യും, ലിക്വിഡായിട്ട് കുറേ കാലം എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്ററിൽ നമ്മൾ ഗാലിയത്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടാവണം. റെഡി? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇവരുടെ ഒക്കറൻസിലേക്ക് വരുമ്പോൾ ചില ആൾക്കാരുടെ ഫോർമുല നമുക്കറിയണം. ലൈക്ക് ഓർത്തോബോറിക് ആസിഡിൻ്റെ ഫോർമുല H3BO3, ബൊറാക്സ് Na2B4O7 10H2O, കെർണൈറ്റ് Na2B4O7 4H2O. ഫോർമുലാസ് പഠിക്കുക. ബോറോണിന് 2 ഐസോട്ടോപ്സ്, അതൊക്കെ നമുക്കറിയാം. അലൂമിനിയത്തിൻ്റെ ഫോർമുലയിൽ അലൂമിനിയത്തിൻ്റെ കേസിൽ ഒക്കറൻസിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അലൂമിനിയത്തിന് ക്രയോലൈറ്റിൻ്റെ ഫോർമുല എന്താണ്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ വർഷം ജെയ്ക്ക് വന്നതാ. ജെയ്ക്ക് 24 ജനുവരിയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന സെഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്രയോലൈറ്റിനെ കൺസിഡർ ചെയ്താൽ അലൂമിനിയയുടെ കേസിൽ ക്രയോലൈറ്റ് എന്ന് പറയുന്നത് Al2O3 2H2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അലൂമിനിയത്തിൻ്റെ ക്രയോലൈറ്റ്. ബോക്സൈറ്റ് ആണെങ്കിൽ Al2O3 2H2O, ക്രയോലൈറ്റ് ഈസ് Na3Al6. ആ രണ്ടും പറഞ്ഞിരിക്കുന്നതിൽ മാറിപ്പോവണ്ട. ബോക്സൈറ്റ് ആണ് അലുമിന, ക്രയോലൈറ്റ് Na3Al6 ആണ്. ഓക്കെ, ഇതാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ 2 കേസ് നമ്മൾ പരിഗണിച്ചാൽ പിന്നെ നമുക്ക് വരുന്നത് അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അറ്റോമിക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ കേസ് നിങ്ങൾ പരിഗണിച്ചാൽ നമുക്കിതിൻ്റെ പല ഓർഡേഴ്സ് നമുക്കുണ്ടാവും. പല ഓർഡേഴ്സ് നമുക്കിതിൽ കാണാനുണ്ടാവും. ഓക്കെ, റെഡി? അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യണം. നമ്മൾ ആ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഫോർമുലാസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. റെഡി? അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ പരിഗണിക്കുമ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കണം? യൂഷ്വലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എക്സെപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. റെഡി? എക്സെപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അറ്റോമിക് റേഡിയസ് ആണെന്ന് വിചാരിച്ചു. ലെറ്റ് us ടേക്ക് അറ്റോമിക് റേഡിയസ്. റേഡിയസ് ഞാൻ എടുക്കുകയാണ്. അറ്റോമിക് റേഡിയസിൻ്റെ കേസിൽ റെഗുലർലി നോർമലി ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടുകയല്ലേ ചെയ്യുക, താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടണം. ബട്ട് വാട്ട് ഹാപ്പൻസ്, റേഡിയസിൽ ബോറോൺ കഴിഞ്ഞ് അലൂമിനിയം ഗാലിയം ഇന്ത്യം താലിയം എടുക്കുമ്പോഴേക്ക് അലൂമിനിയം ഗാലിയവും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഗാലിയത്തിൻ്റെ കേസിൽ അറ്റോമിക് റേഡിയസ് ഈസ് സ്മോളർ ദാൻ എക്സ്പെക്റ്റഡ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അറ്റോമിക് റേഡിയസ് ഗാലിയത്തിൻ്റെ കേസിൽ സ്മോളർ ദാൻ എക്സ്പെക്റ്റഡ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, റെഡി? ഇനി ഇവിടെ നോക്കിയേ, അപ്പോൾ അറ്റോമിക് റേഡിയസിൽ അത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അറ്റോമിക് റേഡിയസിൻ്റെ കേസിൽ എന്തായിരിക്കും എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഓർത്താൽ മതി? താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടുന്ന സമയത്ത് അയോണൈസേഷൻ എൻതാൽപ്പി കുറയുക ചെയ്യുക. എങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ബോറോൺ അലൂമിനിയം ഗാലിയം ഇന്ത്യം താലിയം വരുന്ന ഗ്രൂപ്പ് നിങ്ങൾ പരിഗണിച്ചാൽ അതിന് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ബോറോണിനാണ് ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുക. അപ്പം നിങ്ങൾ അതിനെ BT ഗായ് എന്ന് ആലോചിച്ചാൽ മതി. BT ഗായ്. അപ്പോൾ BT ഗായ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ബോറോൺ ഉണ്ട്. ബോറോൺ കഴിഞ്ഞാൽ നമുക്ക് താലിയമാണ്, ഗാലിയം, അലൂമിനിയം, ഇന്ത്യം. അപ്പോൾ എനിക്ക് BT ഗായ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മതി. അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ കേസിൽ എനർജിയാണ് പറയുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ BT ഗായ്. റെഡി? ഓക്കെ, ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി നോർമലി എന്താ സംഭവിക്കേണ്ടത്? ആലോചിച്ച് നോക്കിയേ. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും അല്ലേ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുമ്പോൾ കുറയണം. എങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ബോറോൺ ആണ്. ആൻഡ് ഏറ്റവും കുറവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അലൂമിനിയത്തിനാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബോറോൺ കഴിഞ്ഞ് അലൂമിനിയം, പിന്നെ അലൂമിനിയത്തിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി ഗാലിയം, ഇന്ത്യം, താലിയം. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ 13th ഗ്രൂപ്പിലും 14th ഗ്രൂപ്പിലും 15th ഗ്രൂപ്പിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്.
അതൊന്ന് പ്രത്യേകം നോക്കണം. അപ്പോൾ അറ്റോമിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതിന്ന് നിങ്ങൾക്ക് ഇത്തവണ ചോദിച്ചിരിക്കുന്നതിലൊന്ന് മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ നമുക്ക് അറിയണമായിരുന്നു. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ ബാറ്റിംഗ് ഉരുകി വിയർത്തൊലിച്ച് ഉരുകിക്കൊണ്ട് അല്ലേ മെൽറ്റായിക്കൊണ്ട് ബാറ്റിംഗ് ചെയ്യുന്നത് ആലോചിച്ചു. സോ ബോറോൺ, അലൂമിനിയം, താലിയം, ഇൻഡിയം, ഗാലിയം. ബാറ്റിംഗ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പം ബാറ്റിംഗ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഡേഴ്സ് പറയാം. അപ്പം ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഈ ഓർഡേഴ്സ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ബോയിലിംഗ് പോയിന്റ് റെഗുലർ ഓർഡറാണ്, താഴേക്ക് വരുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 13th ഗ്രൂപ്പിന്റെ ഓർഡേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെ കുറച്ച് കാര്യമുള്ളൂ. ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ഹാലൈഡ് എടുക്കുന്നു. ഹാലൈഡ് എടുത്താൽ ഹാലൈഡിന്റെ നോർമൽ നേച്ചർ എന്താ? ഹാലൈഡ്സിന്റെ നോർമൽ നേച്ചർ എന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. അപ്പോൾ BCl3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. Now what happens when you have an electron rich system? അവർ ഓട്ടോമാറ്റിക്കലി they will combine. അങ്ങനെ നമുക്ക് ടെട്രാഹെഡ്രൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, കുഴപ്പമില്ലാന്നെന്തോ. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ബേസിക്കലി ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുഴപ്പമില്ല കേട്ടോ, നമുക്കത് ഒരുമിച്ചിട്ട് അവസാനം നമുക്കത് ഇടാം. അപ്പം ഞാൻ പറഞ്ഞു BCl3, BF3, BBr3, BI3 ഇവരെയൊക്കെ കൺസിഡർ ചെയ്താൽ ഇവരെല്ലാം ലൂയിസ് ആസിഡ്സ് ആണ്. അപ്പം ഇതിൻ്റെ ഓർഡർ പഠിക്കണം. എങ്ങനെ ഓർഡർ പറയാം? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ആളാണ്. അത് ബൈഹാർട്ട് ചെയ്തില്ലെങ്കിലും പറയാൻ പറ്റും. എങ്ങനെ നോക്കിയേ, നമ്മുടെ കയ്യിൽ BF3 ഉണ്ട്, BCl3, BBr3, BI3. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരുന്നവരെയാണ് ലൂയിസ് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുക. എന്നാൽ BF3യുടെ കേസിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് ബോണ്ടിങ് വരും. ബാക്ക് ബോണ്ടിങ് റെഡ്യൂസസ് ലൂയിസ് ആസിഡിക് ക്യാരക്ടർ. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ലൂയിസ് ആസിഡിക് ആയിരിക്കുന്നത് ഏതായിരിക്കും? ലൂയിസ് ആസിഡിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് BI3 ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോർമലി ഹാലൈഡുകളെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു റിച്ച് സബ്സ്റ്റൻസ് വന്നാൽ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യും, നോ ഡൗട്ട്. പിന്നെ ഇതിൽ ഈ വർഷം ചോദ്യം വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. അലൂമിനിയം ക്ലോറൈഡ് എടുത്താലും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാ. അലൂമിനിയം ക്ലോറൈഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാ. അവർ അതുകൊണ്ട് തന്നെ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന AlCl3 കോവാലൻ്റ് ആണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട്. AlF3 എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ട് ആണ്, പക്ഷേ AlCl3 എന്ന് പറയുന്നത് കോവാലൻ്റ് കോമ്പൗണ്ടാണ്. ഈ കോവാലൻ്റ് കോമ്പൗണ്ട് ഡൈമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ നോക്കണേ, അക്വസ് സൊല്യൂഷനിൽ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ബ്രേക്ക്. AlCl3 ബ്രേക്ക് ചെയ്താൽ നമുക്ക് Al3+ഉം Cl- കിട്ടുക. അത് തന്നെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? വെള്ളത്തിലാണ് അലൂമിനിയത്തിന് ചുറ്റും H2O6 ടൈംസ് ആൻഡ് Cl-. ഇതായിരിക്കും വെള്ളത്തിൽ എക്സിസ്റ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി ഹൈഡ്രോളിസിസിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ചുമ്മാ നമ്മൾ വെള്ളം, അതായത് എൻ്റെ കയ്യിലുള്ള അലൂമിനിയം ക്ലോറൈഡ് ബോട്ടിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എന്താ സംഭവിക്കുക? ഫ്യൂംസ് ഉണ്ടാവും. കാരണം പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡും HCl ഉണ്ടാവും. അപ്പോൾ ഈ HCl ആണ് വൈറ്റ് ഫ്യൂംസ് അപ്പിയർ ചെയ്യാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ട്രൈ ഹാലൈഡ്സ് ഒക്കെ ഈസിലി നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ബോറോണിൻ്റെ കേസിലാണെങ്കിൽ ബോറോണിൻ്റെ മാക്സിമം sp3 ഹൈബ്രിഡൈസേഷനേ പറ്റുള്ളൂ. പക്ഷെ അലൂമിനിയത്തിന് ഡി ഓർബിറ്റൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് 6 ബോണ്ടുകൾ വരെ അലൂമിനിയത്തിൽ പോസിബിൾ ആണ്. റെഡി? അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഓക്സിജൻ്റെ കൂടെയുള്ള റിയാക്ഷൻസ് പറയുമ്പോൾ നോർമലി ഇപ്പം അലൂമിനിയത്തിൻ്റെ കേസിലാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഫോർമേഷൻ ഉണ്ട്. അലൂമിനിയത്തിൻ്റെ കേസിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഫോർമേഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ബോറോൺ നോർമലി റിയാക്ട് ചെയ്യാറില്ല, ക്രിസ്റ്റലൈൻ ഫോംസ് റിയാക്ട് ചെയ്യാറില്ല ബോറോൺ. പക്ഷെ അമോർഫസിനൊക്കെ ഹീറ്റ് ചെയ്താൽ റിയാക്ട് ചെയ്യാം. അലൂമിനിയത്തിന് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, വേറൊന്നുമില്ല. ഇവർ തരുന്ന ഓക്സൈഡുകളുടെ നേച്ചർ നോക്കണം. ബോറോൺ അസിഡിക് ആണ്, അപ്പോൾ അതിൽ ആംഫോട്ടറിക് ആണ് ബൈഹാർട്ട് ചെയ്യേണ്ടത്. ആംഫോട്ടറിക് ഇപ്പം ജനുവരിയിൽ ചോദിച്ചതാ, ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് ചോദ്യം തന്നിട്ട് അതിൽ ആരാ ആംഫോട്ടറിക് എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഏതാ ഡൗട്ട്? അലൂമിനിയം ഓക്സൈഡും Al2O3യും Ga2O3യുമാണ് നമ്മൾ ആംഫോട്ടറിക്. അതിന് മേലെയുള്ളവർ അസിഡിക്കും താഴെയുള്ളവർ ബേസിക്കും ആണ്.
ഓക്കെ. അപ്പോൾ ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ബേസിക് ക്യാരക്ടർ കൂടും. താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുമല്ലോ, അതുകൊണ്ടാണ് ബേസിക് ക്യാരക്ടർ കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. റെഡി. ഇനി ഇവരുടെ റിയാക്ഷൻ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആൽക്കലിയുടെ കേസിൽ ആൽക്കലിയുടെ JEE അഡ്വാൻസ് ക്ലാസ് ക്രാഷ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് നടക്കുന്നുണ്ടടാ. ഓക്കെ. അപ്പം ആൽക്കലിയുടെയും ആസിഡിൻ്റെയും കൂടെ ബോറോൺ നോർമലി റിയാക്ട് ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ നോർമലി ഒരു ആൽക്കലിയുടെ കൂടെ റിയാക്ട് ചെയ്യാറില്ല, ഒരു ആസിഡിൻ്റെ കൂടെ HCl പോലെയുള്ള ആസിഡിൻ്റെ കൂടെയൊന്നും റിയാക്ട് ചെയ്യാറില്ല. പക്ഷെ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്യാം. നോർമലി ഇവർ റിയാക്ട് ചെയ്യുന്നില്ല. അലൂമിനിയം HClൻ്റെ കൂടെ റിയാക്ട് ചെയ്യും, പക്ഷെ HNO3യുടെ കൂടെ റിയാക്ട് ചെയ്യില്ല. കാരണം എന്താ? പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് അലൂമിനിയം ഫർദർ റിയാക്ഷൻ HNO3യുടെ കൂടെ ഇല്ല. അപ്പം അലൂമിനിയം HClൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു, എന്നാൽ അലൂമിനിയം HNO3യുടെ കൂടെ നോ. കാരണം എന്താ? പ്രൊട്ടക്റ്റീവ് ലെയർ. ഇതാണ് ഐഡിയ. അലൂമിനിയം HClൻ്റെയും ബേസിൻ്റെ കൂടെയൊക്കെ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ എലിമിനേറ്റ് ചെയ്യും, പക്ഷേ HNO3യുടെ കൂടെ റിയാക്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ. ഹാലജൻസിൻ്റെ കൂടെ നമുക്ക് ഇവർ റിയാക്ട് ചെയ്യിക്കാം. ഹാലജൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് TLI3 എന്നൊരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് നിർബന്ധമായിട്ടും ആ ഒരു ഫാക്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവണം. TLI3 എന്ന് പറയുന്നയാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. താലിയത്തിൻ്റെ കേസിൽ TLCl3യും TLClയും എടുത്താൽ ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. താലിയം ഞാൻ എടുത്തു. താലിയം നമ്മുടെ കേസിൽ താലിയം ക്ലോറൈഡ് TLCl3 ആണ്, മറ്റേത് TLCl ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ ഡിഫറെൻറ്റ്. താലിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +3 ആണ്, ഇവിടെ +1 ആണ്. ആൻഡ് യു റിമെമ്പർ താലിയം എന്ന് പറയുന്നത് 13th ഗ്രൂപ്പിൽ അവസാനം വരുന്നയാളാണ്, വേർ ഇനേർട്ട് പെയർ എഫക്റ്റ് ഈസ് ആപ്ലിക്കബിൾ. സോ യു അപ്ലൈ ഇനേർട്ട് പെയർ എഫക്റ്റ്, you understand lower oxidation state will be more stable. This is a stability order. Whenever you have a thallium in +3 oxidation state, thalliumത്തിനെ എപ്പോൾ നിങ്ങൾ എടുത്താലും they will have a tendency to undergo into +1. കാരണം +1 കൂടുതൽ സ്റ്റേബിൾ ആണ്. അങ്ങനെ താലിയം +3യിലുള്ളവർ പെട്ടെന്ന് റിഡക്ഷൻ നടക്കും. Therefore they are good oxidizing agent. ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. പിന്നെ ഇത് കൂടാതെ ഇതിന് മാത്രമായിട്ട് വരുന്ന അനോമലസ് ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ സൈസാണ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. വേഗം ഇതിൻ്റെ ആൻസേഴ്സ് പറയാം. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗ്രൂപ്പ് 13 എലിമെന്റ്സ് ഫോളോസ് ദി ഓർഡർ. അപ്പോൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക എന്നുള്ളത് ആലോചിക്കാം. താഴേക്ക് വരുമ്പോൾ +1 ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. കാരണം താലിയം +1 ആണ് ഏറ്റവും സ്റ്റേബിൾ ആയത്. താലിയം അവസാനം വരണം. താലിയം, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. വെരി ഈസി. ഓപ്ഷൻ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ചോദ്യം, ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. ഇതൊക്കെ പ്രീവിയസ് JEE ക്വസ്റ്റ്യൻസാ. ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം 1 to 3 റിഗാർഡിംഗ് ഗ്രൂപ്പ് 13 എലിമെന്റ്സ്. ബോറോൺ ട്രയോക്സൈഡ് ഈസ് അസിഡിക്. അത് ശരിയാണോ? ബോറോൺ ട്രയോക്സൈഡ് അസിഡിക് ആണോ? B2O3. Oxides of aluminum and gallium, Al2O3 and Ga2O3 are amphoteric. Oxides of indium and thallium, In2O3 and Tl2O3 are basic. ഇത് ശരിയാണോ? നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അലൂമിനിയം ഗാലിയത്തിൻ്റെ ആംഫോട്ടറിക് ആണ്. സോ മേലെ ഇല്ലയാൾ അസിഡിക്കും താഴെ ഇല്ലയാൾ ബേസിക്കും ആണ്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണ്. ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 എന്ന് നമുക്ക് പറയാം. അലൂമിനിയം ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇൻ കോൺട്രാസ്റ്റ് താലിയം എക്സിസ്റ്റ് ഇൻ +1 ആൻഡ് +3. അലൂമിനിയം +3യിലാണ് എക്സിസ്റ്റ് ചെയ്യുക, എന്നാൽ താലിയം +3യിൽ മാത്രമല്ല +1ലും എക്സിസ്റ്റ് ചെയ്യുന്നു. വൈ? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ലാറ്റിസ് എഫക്ട്? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ലാന്തനോർ കോൺട്രാക്ഷൻ, ഇനേർട്ട് പെയർ എഫക്ട് ഓർ ഡയഗണൽ റിലേഷൻ? It is because of inert pair effect. Inert pair effect ഉള്ളത് കൊണ്ടാണെന്ന് നമുക്കറിയാം. What about the atomic radii? Atomic radii കറക്റ്റ് ഓർഡർ പറഞ്ഞേ. 13th ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയയിൽ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത് ഗാലിയം നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ചെറുതാണ്.
നമ്മൾ നോർമലി വിചാരിക്കുന്നത് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നാണ്. അപ്പോൾ സൈസ് നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിക്കുക ബോറോണ് ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞ് അലൂമിനിയം ഗാലിയം തമ്മിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തേക്കണം, ഇൻഡിയം, താലിയം. അപ്പോൾ ഗാലിയം അലൂമിനിയം തമ്മിൽ നോക്കിയാൽ ഗാലിയം കുറച്ച് ചെറുതായിരിക്കണം. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഗാലിയം ചെറുതായിരിക്കണം, അലൂമിനിയത്തിനേക്കാളും ഗാലിയം ചെറുതായിരിക്കണം. ഓപ്ഷൻ 2 ആണ് നമുക്കതിൽ വരേണ്ടത്. റെഡി? ഓക്കെ, ലെറ്റ് us see this. ഈ ചോദ്യം നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് JEEക്ക് വന്നിരിക്കുന്ന ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ശരിയാണോ അല്ലയോ എന്ന് പറയാനുള്ള ചോദ്യമാണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ബോറോൺ 2453 Kelvin is usually high in group 13. ഗ്രൂപ്പ് 13 ബോറോണിനാണ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും ഹയസ്റ്റ്. അത് ശരിയാണോ? ഗ്രൂപ്പ് 13 ബോറോണിനാണോ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും ഹയസ്റ്റ്? അപ്പം മെൽറ്റിംഗ് എന്ന് ആലോചിക്കുമ്പോൾ ബോറോൺ ഫാമിലിയിൽ ബാറ്റിംഗ് ആയിരുന്നു. ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ ബോറോൺ ആണ് ഏറ്റവും ഹയസ്റ്റ്. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാറ്റിംഗ് ആലോചിക്കുമ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ, സോളിഡ് ബോറോൺ ഹാസ് എ വെരി സ്ട്രോങ് ക്രിസ്റ്റലൈൻ ലാറ്റിസ്. ബോറോണിന്റെ ക്രിസ്റ്റലൈൻ ലാറ്റിസ് വളരെ സ്ട്രോങ് ആണ്. ഈസ് ദാറ്റ് കറക്റ്റ്? ദാറ്റ് ഈസ് കറക്റ്റ്. അത് വളരെ സ്ട്രോങ് ആണ്. ഇറ്റ് ഈസ് കറക്റ്റ്. അപ്പം നമുക്ക് അത് രണ്ടും കറക്റ്റായിട്ട് പറയാം. അങ്ങനെ രണ്ടും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? രണ്ടും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കണേ. റെഡി? വീണ്ടും സ്റ്റേറ്റ്മെന്റ് ചോദ്യം. അപ്പൊ ഇപ്രാവശ്യത്തെ JEEയിൽ P ബ്ലോക്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 13 trivalent halides get easily hydrolyzed by water due to their covalent nature. ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലിയുടെ ട്രൈഹാലൈഡ്സ് ദേ ആർ ഗെറ്റിംഗ് ഈസിലി ഹൈഡ്രോലൈസ്ഡ് ബൈ വാട്ടർ. വെള്ളത്തിൻ്റെ കൂടെ പെട്ടെന്ന് ഹൈഡ്രോളിസിസ് സംഭവിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതാ, ബോറോണും അലൂമിനിയം ഒക്കെ പെട്ടെന്ന് ഹൈഡ്രോളിസിസ് ചെയ്യും. AlCl3 upon hydrolysis in acidified aqueous solution forms octahedral AlH2O6 times. ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണോ എന്ന് നോക്കണം. അപ്പൊ നോക്കി, NCERTയിലുള്ള സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്ക്, ട്രൈവാലന്റ് സ്റ്റേറ്റിൽ മോസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട്സ് ബീങ് കോവാലന്റ് ആർ ഹൈഡ്രോലൈസ്ഡ് ഇൻ വാട്ടർ. കോവാലന്റ് ആയതുകൊണ്ട് ട്രൈവാലന്റ് സ്റ്റേറ്റിലുള്ളവരൊക്കെ പെട്ടെന്ന് ഹൈഡ്രോളിസിസ് സംഭവിച്ചു. ദാറ്റ് ഈസ് ട്രൂ. ഇനി അത് തന്നെ അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ ഇൻ അസിഡിഫൈഡ് എക്കോ സൊല്യൂഷൻ ഫോംസ് ഒക്ടാഹെഡ്രൽ AlH2O6 ടൈംസ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് NCERT റീഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് യു നീഡ് ടു നോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫ്രം NCERT. അതിൻ്റെ ആ ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് അറിയണം. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. രണ്ടും കറക്റ്റ് ആണ്. The electronegativity of aluminium is similar to what? അലൂമിനിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിനോട് സിമിലർ ആണോ? അലൂമിനിയം 13th ഗ്രൂപ്പ് ആണ്, അതോ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ബെറിലിയത്തിനോടാണോ സിമിലർ ആവുന്നത്? 13th ഗ്രൂപ്പിൽ ആദ്യം വരുന്ന ബോറോണിനാണോ, അതോ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ലിഥിയത്തിനോടാണോ? ആരോടായിരിക്കും അലൂമിനിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സിമിലർ ആവുക? 13th ഗ്രൂപ്പിന്റെ കൂടെ സിമിലർ ആവുന്നേ ഇല്ല. കാരണം 13th ഗ്രൂപ്പിൽ അലൂമിനിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവാണ്. The only chance is to exhibit a diagonal relationship. ഡയഗണലി എക്സിസ്റ്റ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, ഡയഗണൽ റിലേഷൻഷിപ്പ് ഉള്ളവരുടെ മെയിൻ പ്രത്യേകത ദേ ഹാവ് സിമിലർ സൈസ്, സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി, സിമിലർ അയണൈസേഷൻ, എൻതാൽപ്പി, എക്സെട്ര. So as beryllium is in diagonal relationship with aluminium, you can say your answer will be beryllium. Previous question ആണ്, 19ൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. Again, there is a previous question. The relative stability of +1 oxidation state. നേരത്തെ ഓൾറെഡി കണ്ടു, ഗ്രൂപ്പ് 13 ആണ്. +1 oxidation സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. We know that thallium +1 ആണ് ഏറ്റവും സ്റ്റേബിൾ. Indium, അലൂമിനിയം, ഗാലിയം. Your answer will be option D. NCERTയിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കാണാൻ പറ്റും. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. റെഡി? ഡൺ. Let us see this question. The hydride that is not electron deficient. ഇതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലാത്ത ഹൈഡ്രൈഡ് ഏതാണെന്നാണ് ചോദ്യം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലാത്ത ഹൈഡ്രൈഡ് SiH4, സിലിക്കൺ എന്ന് പറയുന്നത് 14th ഗ്രൂപ്പിൽ വരുന്ന ഒരാളാണ്. B2H6 എന്ന് പറയുന്ന ഡൈബൊറൈൻ BH3 13th ഗ്രൂപ്പിന്റെ ഹൈഡ്രൈഡ് ആണ്.
Gallium എന്ന് പറഞ്ഞാൽ boron, aluminum, gallium. This is 13th group hydride. Aluminum hydride, aluminum is again 13th group. അപ്പോൾ ഈ 13th ഗ്രൂപ്പിൽ വരുന്നവരുടെ കോമ്പൗണ്ട്സ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ദേ ഹാവ് ഓൺലി 3 bonds around it. അപ്പോൾ അവരെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ദ ഓൺലി പോസിബിലിറ്റി ഹിയർ ഈസ് ഓപ്ഷൻ എ. 14th ഗ്രൂപ്പിൽ വരുന്നവരുടെ ഹൈഡ്രൈഡ് ഇലക്ട്രോൺ പ്രിസൈസ് ആണ്. അത് കാർബൺ ഫാമിലി പറയുമ്പോഴാണ് ഇലക്ട്രോൺ പ്രിസൈസ് മോളിക്യൂൾസ് ആണ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ കാണാൻ പോകുന്നത്. റെഡി? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നൗ ലെറ്റ് us see this question. ഇതിൻ്റെ ആൻസർ പറയാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എലിമെന്റ്സ് ഈസ് അൺഎബിൾ ടു ഫോം MF6 3-. ഇതിൽ 3- ഫോം ചെയ്യാൻ കഴിയാത്തത് ഇതിൽ ഏതിനാണെന്ന് പറയാം. MF6 3- ഫോം ചെയ്യാൻ കഴിയാത്തത് ഇതിൽ ഏതിനായിരിക്കും? ഓക്കെ, സോ യു ഹാവ് ടു റിമെമ്പർ ബോറോൺ എന്ന് പറയുന്നത് 13th ഗ്രൂപ്പാണ്. ബോറോണും അലുമിനിയം, ഗാലി, ഇൻഡിയം എല്ലാവരും 13th ഗ്രൂപ്പാണ്. അപ്പോൾ ആലോചിച്ചേക്ക് MF6 3- എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി. നമ്മുടെ കയ്യിലുള്ള എലിമെൻറ്റിന് ചുറ്റും 6 പേരുണ്ടാവണം. 1 2 3 4 5 6. അതുകൊണ്ട് ആ എലിമെൻറ്റിന് sp3d2 ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. ബോറോൺ നോ ഡി ഓർബിറ്റൽ. ബോറോണിന് മാക്സിമം 4 ബോണ്ട് ബിക്കോസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ അതുകൊണ്ട് ബോറോൺ ആണ് നമുക്കതിൽ ആൻസർ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുക. റെഡി? 2023 ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ ആൻസർ ഹിയർ? ദ ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഓഫ് ബോറോൺ ട്രൈഹാലൈഡ്സ്. നമ്മളതിപ്പോൾ കണ്ടു. ബോറോൺ ട്രൈഹാലൈഡ്സ് ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്തായിരിക്കും? യെസ്, BF3 ബാക്ക് ബോണ്ടിങ് വരും. അപ്പോൾ ബാക്ക് ബോണ്ടിങ് വരുമ്പോൾ അതത്ര ലൂയിസ് ആസിഡിക്ക് കാണിക്കണം എന്നില്ല. ബാക്ക് ബോണ്ടിങ് ഇല്ലാത്തയാളാണ്. അപ്പോൾ BF3 ലീസ്റ്റ് ആയിരിക്കണം. പിന്നെ BCl3, പിന്നെ BBr3, പിന്നെ BI3. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. കാർബൺ ഫാമിലിയിലേക്ക് വരുന്നു. ആദ്യം ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ നോക്കി. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. പിന്നെ ഇവരുടെ ഒക്കറൻസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കാർബണിന്റെ 3 ഐസോട്ടോപ്പുകളെ പറ്റി പറയുന്നുണ്ട്. കാർബൺ 12, 13 and 14. അതിൽ ആരായിരുന്നു റേഡിയോ ആക്റ്റീവ്? 14 റേഡിയോ ആക്റ്റീവ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ട് കാർബണിന് എത്ര സ്റ്റേബിൾ ഐസോട്ടോപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 എണ്ണം. 12ഉം 13ഉം. 14 റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, 5770 years ആണ് അതിൻ്റെ ഹാഫ് ലൈഫ്. സിലിക്കണിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് സിലിക്കൺ ആണ് നമ്മുടെ സിമെന്റിലും ഗ്ലാസിലും സെറാമിക്കിലും ഒക്കെ സിലിക്കയും സിലിക്കേറ്റ്സ് ഒക്കെ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ്. സിലിക്കൺ അബണ്ടൻസ് എങ്ങനെയാ? ഓസിക്ക് അൽഫാം കഴിച്ചു. ഓസി സിലിക്കൺ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലിമെന്റ് ആണ്. ജെർമേനിയം കുറച്ചേ ഉള്ളൂ. ടിന്ന് പഠിക്കണം. ടിന്നിന്റെ കാസറ്റ് എന്ന് ആലോചിക്കുക. ടിൻ കാസറ്റ്, കാസറ്ററൈറ്റ് ആണ് SnO2. ടിന്നിന്റെ കാസറ്റ് എന്ന് ആലോചിക്കുക. പബ്ജി എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗലീന നമുക്ക് കിട്ടും. പബ്ജി എന്ന് ആലോചിച്ചാൽ PBG. PBയുടേത് ഗലീന, PBS ഗലീനയാണ് എന്ന് നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് കാസറ്ററൈറ്റും ഗലീനയുടെയും സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കുക. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൾട്രാ പ്യുവർ സിലിക്കണും ജെർമേനിയവും നമ്മുടെ സെമി കണ്ടക്ടേഴ്സും ട്രാൻസിസ്റ്റേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുമ്പോൾ അറ്റോമിക് റേഡിയസ് പഠിക്കണോ? 14th ഗ്രൂപ്പിന്റെ വേണ്ട. 14th ഗ്രൂപ്പിന്റെ അറ്റോമിക് റേഡിയസ് പഠിക്കേണ്ട ആവശ്യമില്ല. 13th ഗ്രൂപ്പിലായിരുന്നു ഗാലിയം അലൂമിനിയം തമ്മിൽ ഒരു പ്രശ്നം. 14th ഗ്രൂപ്പിൽ അതൊരു സീനേ അല്ല. അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് വരുന്ന 2 പേരിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്നും ലെഡും തമ്മിലൊന്ന് മാറി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ശ്രദ്ധിക്കണം. ഇലക്ട്രോ നെഗറ്റിവിറ്റി 13th ഗ്രൂപ്പിൽ അലൂമിനിയത്തിന് കുറവാണ്. എന്നാൽ ഇവിടെ 14th ഗ്രൂപ്പിന് കാർബൺ, സിലിക്കണും ജെർമേനിയം, ടിന്നും ഓൾമോസ്റ്റ് സിമിലർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അപ്പോൾ സിമിലർ ഇലക്ട്രോ നെഗറ്റിവിറ്റി വന്നിരിക്കുന്നവരെ നമ്മളോട് ചോദിക്കാം. സിലിക്കണും ജെർമേനിയം, ടിന്നും ഏതാണ്ട് ഒരേപോലെയാണ്. മെൽറ്റിംഗ് പോയിന്റിന് അയണൈസേഷൻ്റെ അതേ ഓർഡർ ആണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്നും ലെഡും തമ്മിൽ ചെറുതായിട്ട് മാറി. അപ്പോൾ ഇതിൽ മെൽറ്റിംഗ് പോയിന്റ് പിന്നെ ബാക്കി ഡെൻസിറ്റി ഒക്കെ താഴേക്ക് വരുന്നതിനനുസരിച്ച് അതൊക്കെ ആസ് യൂഷ്വൽ ആണ്. അതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാറ്റിനേഷൻ ആണ്. കാറ്റിനേഷൻ കാർബണിനാണ് ഹയസ്റ്റ്. ജെർമേനിയം, ടിന്നും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലെഡിന് കാറ്റിനേഷൻ ഇല്ല, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരൊറ്റ ഭാഗത്ത് നിന്ന് കണ്ടമാനം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, റെഡി. ഡെൻസിറ്റി ഒക്കെ താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കുള്ളത് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്.
ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്യും. കാർബൺ മോണോക്സൈഡ്, സിലിക്കൺ മോണോക്സൈഡ്, ജെർമേനിയം മോണോക്സൈഡ്, ടിൻ മോണോക്സൈഡ്, ലെഡ് മോണോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ജെർമേനിയം ഡയോക്സൈഡ്, ടിൻ ഡയോക്സൈഡ്, ലെഡ് ഡയോക്സൈഡ്. ശ്രദ്ധിക്കേണ്ടത് അതിൽ സിലിക്കൺ മോണോക്സൈഡ് എക്സിസ്റ്റ് ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. സാധാരണ രീതിയിൽ SiO എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ SiO എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിൽ CO എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് 2024 നിങ്ങളോട് ചോദിച്ചു, 23 വന്ന ചോദ്യം ഇത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താഴേക്ക് വരുന്നതിന് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജെർമേനിയം. അപ്പം ഇതിൽ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ 13th ഗ്രൂപ്പിലുള്ള ആംഫോട്ടറിക് ആൾക്കാർ അലൂമിനിയം ഗാലിയം പറഞ്ഞല്ലോ. അപ്പോൾ 14th ഗ്രൂപ്പിലുള്ളത് ടിന്നും ലെഡാണ്. ഇവർ രണ്ടുപേരും ആംഫോട്ടറിക് അപ്പിയറൻസാണ്. അപ്പോൾ അതിന് മേലെയുള്ളവരൊക്കെ ആസിഡിക് ആണ്. ഇതൊക്കെ ആസിഡിക് ആണ്. അതിൽ CO മാത്രമേ ന്യൂട്രൽ ആയിട്ടുള്ളൂ. ഈ കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അവരുടെ റിയാക്ഷൻ വെള്ളത്തിൻ്റെ കൂടെ റിയാക്ട് ചെയ്യും. നോർമലി റിയാക്ട് ചെയ്യൂലല്ലോ. കാർബൺ നോർമലി റിയാക്ട് ചെയ്യില്ല. നമ്മളിപ്പോൾ കാർബണാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് നോർമലി റിയാക്ട് ചെയ്യില്ല. കരി എടുത്ത് വെള്ളത്തിലിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷെ സ്റ്റീമിൻ്റെ കൂടെ ഇവരൊക്കെ റിയാക്ട് ചെയ്യും. അതാണ് വെള്ളത്തിൻ്റെ കൂടെയുള്ള റിയാക്ഷൻ നോക്കേണ്ടത്. സ്റ്റീമിൻ്റെ കൂടെ ഇവരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹാലൈഡ്സ് കൺസിഡർ ചെയ്താൽ 2 തരത്തിലുള്ള ഹാലൈഡ്. ഇതും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 2 ടൈപ്പിലുള്ള ഹാലൈഡ്സ് ഉണ്ടോ. ഒന്ന് +2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ അല്ലേ. അതിൽ ലെഡിനെ സംബന്ധിച്ച് +2 ആണ് കൂടുതൽ സ്റ്റേബിൾ, കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ്. അപ്പം ഞാൻ നോക്കിയാൽ PbCl2 എന്നും PbCl4 എന്നുള്ള 2 ടൈപ്പ് നമുക്ക് പോസിബിൾ ആണ് ഹാലൈഡുകൾ. അതിൽ തന്നെ ലെഡിൻ്റെ കേസിൽ PbCl2 ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് PbI4ഉം PbBr4ഉം ഡസിൻ്റ് എക്സിസ്റ്റ്. താലിയത്തിൻ്റെ കേസിൽ താലിയം I3 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ. 13th ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യാത്തതാരാണ്? താലിയം I3. 14th ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യാത്തത് PbI4. 15th ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യാത്തത് BiCl5. ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവരുടെ കേസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പിന്നെ നോക്കേണ്ടത് അതിൽ ഇവരെല്ലാം കോവാലൻ്റ് ആണെങ്കിലും SnF4ഉം PbF4ഉം അയോണിക് ആണ്. ഫ്ലൂറൈഡ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും, ടിന്നും ലെഡും ലാസ്റ്റ് വരുന്നയാളാണ്, ഫ്ലൂറൈഡ് ടോപ്പിൽ വരുന്നയാളാണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഫ്ലൂറൈഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ടിൻ ലെഡിൻ്റെ ഫ്ലൂറൈഡുകൾ കോവാലൻ്റ് അല്ല, അയോണിക് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ പ്രിഫറബ്ലി ശ്രദ്ധിച്ചു നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് പ്രത്യേകം നോക്കുക. 13th ഗ്രൂപ്പിലാണെങ്കിൽ സൈസ് നോക്കണം, അയോണൈസേഷൻ നോക്കുക, ഇലക്ട്രോനെഗറ്റിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ്. 14th ഗ്രൂപ്പിലാണെങ്കിൽ സൈസ് വേണ്ട, അയോണൈസേഷൻ, എന്താൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, കാറ്റിനേഷൻ. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താ പറയുക? എങ്ങനെ പറയും നമ്മൾ? കാർബണിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സിലിക്കണും ജെർമേനിയത്തിനും ടിന്നിനും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ലെഡിന് സ്ലൈറ്റ്ലി ഹയർ. അപ്പോൾ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് കാർബൺ ആണ്. ഇറ്റ് ഈസ് കാർബൺ. റെഡി? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? കാറ്റിനേഷൻ ടെൻഡൻസി ഓഫ് കാർബൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം ഈസ് ഇൻ ദി ഓർഡർ. കാറ്റിനേഷൻ ടെൻഡൻസി കാർബൺ ഗ്രേറ്റർ ദാൻ സിലിക്കൺ ഗ്രേറ്റർ ദാൻ ജെർമേനിയം ആണ്. ദ ബോണ്ട് എനർജീസ് ഇൻ കിലോജൂൾ പെർ മോൾ ഓഫ് CC, Si ആൻഡ് ജെർമേനിയം ബോണ്ട്സ് ആർ റെസ്പെക്റ്റീവ്ലി. ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ കാറ്റിനേഷൻ കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ബോണ്ട് കുറെ കൂടി സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ ബോണ്ട് എനർജി വളരെ കൂടുതലായിരിക്കണം. CCയുടെ ബോണ്ട് എനർജി ആയിരിക്കണം മാക്സിമം ഉണ്ടാവേണ്ടത്. ജെർമേനിയത്തിൻ്റെ ബോണ്ട് എനർജി മിനിമം ആയിരിക്കണം. അപ്പോൾ കാർബണിൻ്റെത് ആദ്യം മാക്സിമം 167 മാക്സിമം അല്ല, 180 മാക്സിമം അല്ല, 348 മാക്സിമം ആണ്. ജെർമേനിയത്തിൻ്റെത് മിനിമം. സോ യുവർ ആൻസർ ഷുഡ് ബി 4. 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. റെഡി? ചോദ്യം: ദി എലിമെന്റ് ദാറ്റ് ഡസ് നോട്ട് ഫോം മോണോക്സൈഡ്.
നമ്മളൊക്കെ തന്നിരിക്കുന്നതിൽ മോണോക്സൈഡ് ഫോം ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചു. ലെഡ്, ടിൻ, ജെർമേനിയം, സിലിക്കൺ. ഓപ്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ 14th ഗ്രൂപ്പിൽ വരുന്നയാളാണ്. 14th ഗ്രൂപ്പിന്റെ മോണോക്സൈഡിൽ സിലിക്കൺ മാത്രം ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാവുള്ളൂ, സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സിലിക്കൺ മോണോക്സൈഡ് നോർമലി ഉണ്ടാവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റെഡി? ചോദ്യം, ഇതൊരു പ്രീവിയസ് JEE ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെബിലിറ്റി ഓർഡർ നമ്മൾ പറയണം. വാട്ട് ഈസ് ദ സ്റ്റെബിലിറ്റി ഓർഡർ? സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്, അതിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. റെഡി? അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വേണം നമ്മൾ ആദ്യം നോക്കാൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെല്ലാം ഇവിടെ ഉള്ളത് +2-ലല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 14th ഗ്രൂപ്പാണ്. 14th ഗ്രൂപ്പിൽ തന്നെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു ലെഡാണ് +2-ൽ വളരെ സ്റ്റേബിൾ ആവുക. അപ്പോൾ സ്റ്റെബിലിറ്റി ലെഡിന് ഏറ്റവും കൂടുതലാണ് വേണ്ടത്. ലെഡിനാണ് ഏറ്റവും ഹയസ്റ്റ് വേണ്ടത്. ലെഡ് കഴിഞ്ഞാൽ ടിന്നാണ്, ജെർമേനിയം, സിലിക്കൺ. സോ യുവർ ആൻസർ വിൽ ബി 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കുക, ഈ ചോദ്യത്തിൻ്റെ ആൻസർ പറയാൻ വേണ്ടി നോക്കുക. ഇതാണ് നിങ്ങൾക്ക് 24-ൽ ഇപ്പം ഈ കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന ചോദ്യം. SiO2 and GeO2 are acidic while tin and lead monoxide are amphoteric. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓക്സൈഡുകൾ എടുത്ത സമയത്ത് നമുക്കറിയാം കാർബൺ മോണോക്സൈഡ്, സിലിക്കൺ മോണോക്സൈഡ്, ജെർമേനിയം മോണോക്സൈഡ്, ടിൻ മോണോക്സൈഡ്, ലെഡ് മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ജെർമേനിയം ഡയോക്സൈഡ്, ടിൻ ഡയോക്സൈഡ്, ലെഡ് ഡയോക്സൈഡ്. മോണോക്സൈഡ് ആയാലും ഡയോക്സൈഡ് ആയാലും ഇവർ രണ്ടുപേരും ആംഫോട്ടറിക് ആയിരുന്നു. മേലെയുള്ളവരെല്ലാം അസിഡിക് ആയിരിക്കും. അതിൽ CO മാത്രമാണ് ന്യൂട്രൽ ആയത്. അപ്പം നോക്കിയേ, SiO2 അസിഡിക് അല്ലേ? അതെ. GeO2 അസിഡിക് അല്ലേ? ദാറ്റ് ഈസ് കറക്റ്റ്. ടിൻ മോണോക്സൈഡും ലെഡ് മോണോക്സൈഡും ആംഫോട്ടറിക് ആണോ? അതെ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. അലോട്രോപിക് ഫോംസ് ഓഫ് കാർബൺ ആർ ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് കാറ്റിനേഷൻ ആൻഡ് p-pi-d-pi ബോണ്ട് ഫോർമേഷൻ. കാർബണിന്റെ കാറ്റിനേഷനുള്ള ഒരു അലോട്രോപിക് ഫോംസിനുള്ള മെയിൻ കാരണം കാർബണിന്റെ കാറ്റിനേഷൻ ആണ്. ഓഫ് കോഴ്സ് ഇപ്പം എനിക്ക് ഫുള്ളറീനും ഗ്രാഫൈറ്റ് ഒക്കെ കിട്ടാൻ കാർബൺ തമ്മിൽ ബൈൻഡ് ചെയ്യണം. അപ്പം കാറ്റിനേഷന് റോൾ ഉണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് p-pi-d-pi ബോണ്ടിങ്. ഈസ് ദാറ്റ് പോസിബിൾ? p-pi-d-pi bonding is not possible because of absence of d orbital. d ഇല്ലാതെ എങ്ങനെയാ d-pi ബോണ്ട് ഉണ്ടാക്കുക? സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഇത് 24 ചോദിച്ചതാ. അതേ സാധനം മറ്റൊരു ഷിഫ്റ്റിൽ റിപ്പീറ്റ് ചെയ്തു. നോക്കിയേ, കൺസിഡർ ദി ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 14. എന്നിട്ട് ഇതിൽ ആംഫോട്ടറിക് ഓക്സൈഡ് എടുക്കണം. സിലിക്കൺ അസിഡിക് അല്ലേ? ജെർമേനിയം അസിഡിക് അല്ലേ? ടിന്നും ലെഡും ആംഫോട്ടറിക് ആണ്. കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്. ബാക്കിയുള്ള ഇതെല്ലാം അസിഡിക് ആണ്. അപ്പോൾ ആംഫോട്ടറിക് ആയിട്ട് വന്നിരിക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും കേസാ. ഓപ്ഷൻ 3. സെയിം ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. 2019 ചോദ്യം. കറക്റ്റ് ഓർഡർ ഓഫ് കാറ്റിനേഷൻ. കാറ്റിനേഷന്റെ ഭാഗത്ത് നിന്ന് എന്തുമാത്രം ചോദ്യം വരുന്നു നോക്കിയേ. ദ സെയിം തിങ് ക്യാൻ റിപ്പീറ്റ് ഇൻ യുവർ നെക്സ്റ്റ് സെഷൻ. എത്ര ഓർഡേഴ്സാണ് ഇതിൽ വരുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചേ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്നും തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ. NCERT-യിൽ നമ്മൾ കണ്ട സാധനം അത്. ലെഡിനാണെങ്കിൽ കാറ്റിനേഷൻ ഇല്ല. വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ് ഓർഡർ ഓഫ് ബോണ്ട് എന്താൽപ്പി പറയണം. ഇതും 2023 ചോദ്യം, കഴിഞ്ഞ വർഷത്തെ ചോദ്യം ഇത്. ഏതിനാണ് ബോണ്ട് എന്താൽപ്പി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക? സിലിക്കൺ, കാർബൺ. സോ യു ഹാവ് ടു റിമെമ്പർ കാറ്റിനേഷൻ. കാറ്റിനേഷൻ കൂടുതലുള്ളതിനാണ് ബോണ്ട് എനർജി കൂടുതൽ. കാർബൺ, സിലിക്കൺ, germanium and tin. Your answer should be 4. Carbon, silicon, germanium, tin. The element that shows greater ability to form p-pi multiple bonds. p-pi multiple bonds form ചെയ്യണമെങ്കിൽ എഫക്റ്റീവ് ഓവർലാപ്പ് ഉള്ള കൊച്ചാളായിരിക്കണം. അതിന് d ഓർബിറ്റൽസ് ഇല്ല. അതുകൊണ്ട് കാർബൺ ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം ബാക്കിയുള്ളതിനൊക്കെ d ഓർബിറ്റൽസ് ഉണ്ട്. യുവർ ആൻസർ വിൽ ബി കാർബൺ. നോക്കിയേ, ഹെവിയർ എലിമെന്റ്സ് p-pi ബോണ്ട് ഫോം ചെയ്യില്ല. Carbon has the unique ability to form p-pi multiple bonds and catenation.
The element that does not show catenation. Catenation കാണിക്കാത്ത എലിമെന്റ് ആരാണ്? lead. lead catenation കാണിക്കുന്നില്ല. ready? lead catenation കാണിക്കുന്നില്ല. നമുക്കിവിടെ കാണാം കാറ്റിനേഷനിൽ lead catenation കാണിക്കുന്നില്ല എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. Let us see another question. Which of the following is incorrect statement? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറയണം. SiCl4 is easily hydrolyzed. That is true. SiCl4 നമുക്ക് ഈസിലി ഹൈഡ്രോളൈസ് ചെയ്യാൻ കഴിയും. കാരണം സിലിക്കണിന് d ഓർബിറ്റൽ പ്രസന്റ് ആണ്. എന്നാൽ CCl4 cannot be easily hydrolyzed because no d orbitals. d orbitals പ്രസന്റ് ആയതുകൊണ്ട് തന്നെ സിലിക്കൺ SiCl4നെ നമുക്ക് ഈസിലി ഹൈഡ്രോളൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ട്രൂ. അടുത്ത നോക്കുക. GeX4 is more stable than GeX2. GeX4ഉം GeX2ന്റെയും സ്റ്റെബിലിറ്റി ഓർഡർ നോക്കിയാൽ GeX4 ആണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് ശരിയാണോ? അതെ. ലെഡിന്റെ കേസിൽ മാത്രം +2 കൂടുതൽ സ്റ്റേബിൾ ആയേ. ലെഡിന്റെ കേസിലാണ് +2 കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് അല്ലേ? SnF4 ഈസ് അയോണിക് ഇൻ നേച്ചർ. ഓഫ് കോഴ്സ്. നോർമലി എല്ലാവരും ടെട്രാഹെഡ്രൽ ആയിരിക്കുന്ന എല്ലാ കോമ്പൗണ്ടും കോവാലന്റ് ആണെങ്കിലും ബട്ട് ഹിയർ SnF4 ഈസ് അയോണിക്. നോ ഡൗട്ട് ഇറ്റ് ഈസ് അയോണിക്. PbF4 കോവാലന്റ് അല്ല. PbF4 ഈസ് അയോണിക്. അപ്പം പ്രത്യേകം നോക്കിയേ. All of them are covalent except SnF4 and PbF4. അവർ രണ്ടുപേരും അയോണിക് ആണ്. അപ്പോൾ PbF4 കോവാലന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് അയോണിക്. PbF4ഉം SnF4ഉം അയോണിക് ആണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കിയാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് 14th ഗ്രൂപ്പിൽ ആകെ ശ്രദ്ധിക്കാനുള്ളൂ. 14th ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസ് നോക്കണ്ട. അയോണൈസേഷൻ, എന്താൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, കാറ്റിനേഷൻ, അത്രയേ ഉള്ളൂ. റെഡി. 15th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണുവാണ്. ആ 15th ഗ്രൂപ്പിൽ നമ്മൾ ഇവരുടെ നൈട്രജന്റെ ഒക്കറൻസിൽ നൈട്രജൻ പ്രധാനമായിട്ടും എയറിലാണ് പ്രസന്റ് ആയത്. എയറിൽ 78% നൈട്രജനും N2 ഗ്യാസ് ആയിട്ട് പ്രസന്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് ചിലി സോൾട്ട് പീറ്റർ ആയിട്ടും ഇന്ത്യൻ സോൾട്ട് പീറ്റർ ആയിട്ടും ഉണ്ട്. ചിലി സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത് NaNO3, ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത് KNO3. അപ്പോൾ അത് ശ്രദ്ധിക്കണം. NaNO3 ചിലി, KNO3 ഇന്ത്യ. കേരള എന്ന് ആലോചിച്ചാൽ മതി. കേരള ഇന്ത്യയിലാണ്. സോ ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത് KNO3യും ചിലി സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത് NaNO3 ആണെന്ന് പഠിക്കുക. ഫോസ്ഫറസിൻ്റെയിലേക്ക് വരുമ്പോൾ ഈ വർഷം വന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ മാസം നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫോസ്ഫറസിൽ ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം ഫോസ്ഫേറ്റ് CaF2 എന്ന് പറയുന്ന ഫ്ലൂർ അപ്പറ്റൈറ്റ് ഫാമിലി ആയിട്ട് കാൽഷ്യത്തിൽ പഠിക്കുക. അതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. 3 കാൽഷ്യം ഫോസ്ഫേറ്റ് CaF2. ദിസ് ഇസ് ഫ്ലൂർ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 9 കാൽഷ്യം, ഫോസ്ഫേറ്റ് 6, CaF2. അങ്ങനെ നമുക്ക് പറയാം. ഇത് രണ്ടുമാണ് നിങ്ങൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ. നമ്മൾ ഇവരുടെ അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, സൈസ് ഒന്നും പഠിക്കേണ്ട, സൈസൊക്കെ റെഗുലർ ആണ്. അയോണൈസേഷൻ, എന്താൽപ്പിയൊക്കെ റെഗുലർ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുക. താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. പക്ഷെ സാമ്പാറിൽ വീണപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സെയിം ആയി. പ്രത്യേകം ശ്രദ്ധിക്ക്. 13th ഗ്രൂപ്പിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ? അലൂമിനിയത്തിന് വളരെ കുറവ്. 14th ഗ്രൂപ്പിൽ എന്താ? കാർബൺ കഴിഞ്ഞാൽ സിലിക്കണിനും ജെർമേനിയത്തിനും ടിന്നിനും ഒരേപോലത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. 15th ഗ്രൂപ്പിലോ സാമ്പാർ വീണു. ആന്റിമണിയും ബിസ്മത്തിനും ഒരേ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അത് ശ്രദ്ധിക്കണം. മെൽറ്റിംഗ് പോയിന്റ് നോക്കണം. മെൽറ്റിംഗ് പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം എന്താ? അശ്വതിയാണ് ഉരുകാത്തേ നമ്മൾ ആലോചിച്ചു. അശ്വതി സാമ്പാറിൽ വീണു. അശ്വതി ഉരുകിയില്ല. ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ, ഇതായിരുന്നു മെൽറ്റിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ താഴേക്ക് വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. തിളക്കുന്ന സാമ്പാർ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സാമ്പാർ കഴിഞ്ഞ് ബിസ്മത്ത്, നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. ആ സാമ്പാറും വീണു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ബോയിലിംഗ് പോയിന്റ് ആയി. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്.
മൂന്നെണ്ണം. നമ്മൾ ഇനി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലേക്ക് വന്നാൽ നമുക്കറിയാം നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട് തരിക. കാരണം നൈട്രജൻ +3 നൈട്രജൻ നോക്കണേ, -3 തൊട്ട് +5 വരെ സകലമാന ഓക്സിഡേഷൻ സ്റ്റേറ്റ് നൈട്രജൻ ഉണ്ട്. ഫോസ്ഫറസിനെ സംബന്ധിച്ച് -3 +3 +5 ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ബിസ്മത്തിന് +3 ഉണ്ട് +5 ഉണ്ട്. പക്ഷെ ഏതാ സ്റ്റേബിൾ ആവുക? +3 അല്ലേ ബിസ്മത്തിൻ്റെത് കൂടുതൽ സ്റ്റേബിൾ ആവുക, ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ബിസ്മത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ, +5 സ്റ്റേബിൾ അല്ല. ദ ഓൺലി എലിമെന്റ് എക്സിസ്റ്റിംഗ് ഇൻ +5 ഈസ് BiF5. ബിസ്മത്തിന്റെ BiF5 എക്സിസ്റ്റ് ചെയ്യുന്നു. BiCl5 ഉണ്ടോ? ഇല്ല. BiBr5 ഉണ്ടോ? ഇല്ല. BiI5 ഉണ്ടോ? ഇല്ല. ബിസ്മത്ത് +5 വേറെ ആരുമില്ല. ആ ഫാക്ട് നിർബന്ധമായിട്ട് അറിയണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നൈട്രജൻ HNO2 എടുത്തു കഴിഞ്ഞാൽ +3 HNO2 +5 +2 ആയിട്ട് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നത് കാണാം. HNO2 gives you HNO3 and NO. ബാലൻസ് ചെയ്യാൻ അവിടെ H2O. സിമിലർലി H3PO4 ഫോസ്ഫറസ് ആണെങ്കിൽ അതും +5 -3 മാറുന്നത് കാണാം. +3 ഫോസ്ഫറസ് H3PO4 +5 ഫോസ്ഫറസ് ആയും -3 ഫോസ്ഫറസ് ആയും ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നൈട്രജന്റെ അനോമലസ് ബിഹേവിയേഴ്സിലേക്ക് വന്നാൽ ഒന്ന്, മാക്സിമം 4 ബോണ്ടേ പറ്റുള്ളൂ. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ആണ്, അതുകൊണ്ട് കോംപ്ലക്സ് ഒന്നും ഫോം ചെയ്യാൻ കഴിയില്ല. NN സിംഗിൾ ബോണ്ടും PP സിംഗിൾ ബോണ്ടും എടുത്താൽ NN സിംഗിൾ ബോണ്ട് വീക്കർ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കാറ്റിനേഷൻ പറയുന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ നമുക്ക് ഇവരുടെ ഹൈഡ്രൈഡുകളാണ് പഠിക്കാനുള്ളത്, വിച്ച് ഈസ് വെരി ഈസി. നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. ഇത് ഈ വർഷം കഴിഞ്ഞ മാസത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോളണേ. താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും കേട്ടോ. താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നുണ്ട്. സൈസ് കൂടുന്നതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ്? അല്ലടാ, NIT സൂറത്കല്ലാണ് ജാക്ക്. അപ്പൊ താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ പെട്ടെന്ന് ഇത് ബ്രേക്ക് ആവും. ആലോചിച്ച് നോക്കിയാൽ സൈസ് കൂടുമ്പോൾ അപ്പോൾ ഒന്ന് താഴേക്ക് വരുമ്പോൾ ബോണ്ടിന്റെ നീളം കൂടും, ബോണ്ടിന്റെ ശക്തി കുറയും, ബോണ്ടിനെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും, ബോണ്ടിനെ പൊട്ടിക്കാനുള്ള എനർജി കുറയും. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയും. പെട്ടെന്ന് ബോണ്ട് പൊട്ടിച്ചാൽ റെഡ്യൂസിങ് ക്യാരക്ടർ കൂടും. അതൊരു ചോദ്യമാണ്. ഹൈഡ്രജനെ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് റെഡ്യൂസിങ് ഏജൻസ്. ഹൈഡ്രജനെ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് റെഡ്യൂസിങ് ഏജൻസ്. അപ്പൊ നിങ്ങൾ നോക്കണേ, താഴേക്ക് വരുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുമ്പോൾ പെട്ടെന്ന് ബോണ്ട് പൊട്ടിക്കാം. സോ BiH3 ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. NH3 ഈസ് എ ഗുഡ് ബേസ്. ബേസിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ NH3 അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പറയുമ്പോൾ താഴേക്ക് വരുമ്പോൾ മാസ് കൂടും. മാസ് കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുക ചെയ്യുക. ഓർഗാനിക്കിലൊക്കെ പഠിക്കുന്നില്ലേ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ NH3 ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി NH3 ഏറ്റവും ടോപ്പിലാണ് വരിക, ബിക്കോസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ NH3 നടുക്കാ വരിക. ബിക്കോസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. അത് മാത്രമേ 2 എക്സെപ്ഷൻസ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ റെഗുലർ ട്രെൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്സൈഡുകളെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ ഓക്സൈഡുകൾ തരും. മറ്റേ ക്ലാസിഫിക്കേഷന് പറഞ്ഞ പോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടും. അതിൽ അശ്വതിയും സാമ്പാറും ആണ് ആംഫോട്ടറിക്. അതിന് മേലെയുള്ള ആൾ അസിഡിക്കും താഴെയുള്ള ആൾ ബേസിക്കും ആണെന്ന് ആലോചിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, ഹാലൈഡുകളുടെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഹാലൈഡുകളെ പറ്റി പറയുമ്പോൾ നോർമലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫറസിന് 2 ഹാലൈഡ് പറയാം, PCl3 PCl5. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് നമ്മൾ പഠിക്കുന്ന ഫജാൻസ് റൂൾ പ്രകാരം ചാർജ് കൂടുന്നതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ്? ചാർജ് കൂടുന്നതിനനുസരിച്ച് പോളറൈസേഷൻ കൂടും.
അപ്പോൾ നിങ്ങൾ നോക്കടാ PCl3 PCl5 അല്ലെങ്കിൽ ഞാനൊരു ട്രൈ ഹാലൈഡും പെൻറ്റാ ഹാലൈഡും എടുക്കുമ്പോൾ ഏതിനാ കൂടുതൽ വരിക? ഇതാണ് മോർ കോവാലന്റ്. ഞാൻ ഈ എഴുതുന്ന പോയിന്റുകൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ എഴുതുന്ന പോയിന്റ്. അപ്പോൾ PCl5 ആണ് മോർ കോവാലന്റ് ആയിട്ട് വരിക. റെഡി? നൈട്രജന്റെ കേസിൽ എനിക്ക് NCl3യും NCl5 ഉണ്ടോ? ഇല്ല. നൈട്രജന് NCl5 ഇല്ല, കാരണം ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ട് 5 ബോണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് 5 ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല നൈട്രജന്. NCl5 5 ബോണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല നൈട്രജന്. sp3d ഹൈബ്രിഡൈസേഷൻ പറ്റില്ല. NCl5ഉം നോട്ട് സ്റ്റേബിൾ, അതും നമുക്ക് കാണുന്നില്ല. അപ്പം നൈട്രജന്റെ കേസിൽ സ്റ്റേബിൾ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് NF3 ആണ്. നൈട്രജന്റെ കേസിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരേ ഒരാൾ, അത് പഠിക്കണം. ബിസ്മത്തിന്റെ കേസിൽ BiF5 ആണെന്നുള്ളതും പഠിക്കുക. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നൈട്രജൻ ഫാമിലിയിൽ വെച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. റെഡി? ചോദ്യം. ഇനി ഇതിന്റെ ആൻസർ പറയൂ. വിച്ച് എലിമെന്റ് ഫ്രം ഗ്രൂപ്പ് 15 gives മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട് വിത്ത് ഹൈഡ്രജൻ? ഹൈഡ്രജന്റെ കൂടെ ഏറ്റവും ബേസിക് കോമ്പൗണ്ട് തരുന്നത് നമ്മുടെ 15th ഗ്രൂപ്പിൽ ആരായിരിക്കും? അപ്പോൾ 15th ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. NH3 തൊട്ട് BiH3 വരെയുണ്ട്. അതിൽ NH3 ആണ് ലൂയിസ് ബേസ്, കുറച്ചുകൂടി നല്ല ബേസ് NH3 ആണ്. സോ മോസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് നൈട്രജന്റെ കൂടെയുള്ള ആളായിരിക്കും. ദ 3 ഇമ്പോർട്ടൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ഇമ്പോർട്ടൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ കണ്ടു. H3 -3 +3 ആൻഡ് +5. അതല്ലേ ഫോസ്ഫറസ് എന്ന് പറയുന്നത് 15th ഗ്രൂപ്പാണ്. NS2NP3. ഒന്നുകിൽ 3 ഇലക്ട്രോണിനെ വാങ്ങാം -3, 3 ഇലക്ട്രോണിനെ കൊടുക്കാം +3, അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള 5 പേരെയും കൊടുക്കാം, യു ഗെറ്റ് +5. ചിലി സോൾട്ട് പീറ്ററും ഇന്ത്യൻ സോൾട്ട് പീറ്ററിന്റെയും ഫോർമുല പറയുക. ചിലി സോൾട്ട് പീറ്റർ ഈസ് NaNO3 ആൻഡ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ ഈസ് KNO3. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. റെഡി? ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാർഡ്ലി എക്സിബിറ്റ് an oxidation state -3 in the compound? -3 ഓക്സിഡേഷൻ സ്റ്റേറ്റിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തത് ആരാണ്? -3 ഓക്സിഡേഷൻ സ്റ്റേറ്റിനോട് താല്പര്യമില്ലാത്തത് ആരാണ്? ബിസ്മത്ത്, നൈട്രജൻ, ആഴ്സനിക്, അശ്വതി, സാമ്പാർ. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരല്ലേ പൊതുവെ കാണിക്കുക. താഴേക്ക് വരുമ്പോൾ നൈട്രജൻ, നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. താഴേക്ക് വരുമ്പോൾ ബിസ്മത്ത് മെറ്റലാ. നോക്കണേ, അശ്വതിയും സാമ്പാറും മെറ്റലോയിടാ, ബിസ്മത്ത് മെറ്റലാ. അപ്പം മെറ്റൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ കാണിക്കാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫോസ്ഫേറ്റ് റോക്കിലുള്ള കമ്പോണന്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഫ്ലൂറെപ്പറ്റൈറ്റ് നമ്മൾ പറയുന്നു. കാൽഷ്യം 9 ഫോസ്ഫേറ്റ് 6 CaF2. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാത്തത്? ആഴ്സനിക്കിന് ചുറ്റും 5 ക്ലോറിൻ, ആന്റിമണിക്ക് ചുറ്റും 3 ക്ലോറിൻ, ബിസ്മത്തിന് ചുറ്റും 5 ക്ലോറിൻ, SbCl5. അപ്പൊ ബിസ്മത്ത് +5 BiF5 മാത്രമേ ഉള്ളൂ. ബിസ്മത്ത് +5 BiCl5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ആൻസർ പറയൂ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഐഡന്റിഫൈ Z ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷനിലുള്ള Z നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? HNO2 ആണ്, നൈട്രജൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അവിടെ നൈട്രജൻ +2 നൈട്രജൻ +5 ഡിസ്പ്രപ്പോർഷനേഷൻ ചെയ്യണ്ടേ? സോ യുവർ ആൻസർ ഷുഡ് ബി HNO3. HNO3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡി? ഈ ചോദ്യം എല്ലാവരും നോക്കുക.
ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ മാസം എഴുതിയ പരീക്ഷയാണ്. അപ്പോൾ ഇതിലുള്ള ചോദ്യം എല്ലാവരും നോക്കിയേ. ഇതിലുള്ള ചോദ്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഹൈഡ്രേറ്റ് ഓഫ് ഗ്രൂപ്പ് 15 എലിമെൻറ്റ്സ്. ഒന്നാമത് തന്നിരിക്കുന്നത് ദ സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രൈഡ്സ് decreases in the order NH3, PH3, ASH3, SBH3 and BIH3. സ്റ്റെബിലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എൻ്റെ കയ്യിൽ NH3 ഉണ്ട്. നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റെബിലിറ്റി എപ്പോഴും പറയേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സ്റ്റെബിലിറ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ബോണ്ട് നോക്കണം. സ്ട്രോങ് ബോണ്ടുകളാണ് കൂടുതൽ സ്റ്റേബിൾ ആവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ NH ബോണ്ടിൻ്റെയും BIH ബോണ്ടിൻ്റെയും സ്റ്റെബിലിറ്റി എങ്ങനെ പറയും? NH ബോണ്ട് ചെറുതാണ്, താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. അപ്പോൾ ബോണ്ടിൻ്റെ നീളം കുറവാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. സോ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ കറക്റ്റാണ് പറഞ്ഞത്. NH3 നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണു. NH3 is more stable, that is true. NH3 is more stable, that is true. ഓക്കെ, റെഡി. രണ്ടാമത്തെ നോക്കുക, റെഡ്യൂസിങ് എബിലിറ്റി ആണ്. ഇതിൽ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് BIH3 ആണ്. താഴേക്ക് വരുമ്പോൾ ബോണ്ട് പെട്ടെന്ന് പൊട്ടിക്കാം. ബോണ്ട് പെട്ടെന്ന് പൊട്ടിക്കുന്നതിനനുസരിച്ചിട്ട് റെഡ്യൂസിങ് ക്യാരക്ടർ കൂടും. അപ്പോൾ BIH3 ആണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്, ദാറ്റ് ഈസ് ട്രൂ. എമംഗ് ദി ഹൈഡ്രേറ്റ്സ് NH3 സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ളത് തെറ്റാണ്. BIH3 ആണ് സ്ട്രോങ് ആയിട്ട് വരിക, അല്ലേ? അടുത്ത, ബേസിസിറ്റി ഓഫ് ഹൈഡ്രൈഡ് ഇൻക്രീസസ് ഇൻ ദി ഓർഡർ. ബേസിസിറ്റിയിൽ NH3 അല്ലേ നല്ല ബേസ്, നേരത്തെ കണ്ടതാ. അപ്പോൾ ഇതും തെറ്റാണ്. ശരിയായിരിക്കുന്ന രണ്ടെണ്ണം എയും ബിയും മാത്രമേ വരിക. യു ഗെറ്റ് ഓപ്ഷൻ സി. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമുക്കിതിൽ വരുന്നത്. റെഡി? ഇത് നോക്ക്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്ന പരീക്ഷയ്ക്ക് വന്നു. ഇതിൽ നിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാ? ഇറ്റ് ഈസ് BIH3. സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് BIH3 ആണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന ചോദ്യം. റെഡി? ഓക്കെ. അടുത്ത നമ്മൾ ഗ്രൂപ്പ് 16 എലിമെന്റ്സിനെ പരിഗണിക്കുന്നു. 16ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക, അല്ലേ? OS സെലീനിയെ തേടിപ്പോയി എന്ന് നമുക്ക് ആലോചിക്കാം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവമോറിയം. അതിൽ മെറ്റലോയിഡുകൾ സെലീനിയവും ടെലൂറിയമാണ്. അപ്പം മെറ്റലോയിഡുകൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? 13th ഗ്രൂപ്പിലുണ്ടോ? ഇല്ല. 14th ഗ്രൂപ്പിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. അപ്പം അതിൽ ജെർമേനിയം നമുക്ക് മെറ്റലോയിഡായിട്ട് പറയാം. 15th ഗ്രൂപ്പിൽ നുണ പറഞ്ഞ അശ്വതിയും സാമ്പാറും മെറ്റലോയിഡാണ്. 16th ഗ്രൂപ്പിൽ സെലീനിയം, ടെലൂറിയം മെറ്റലോയിഡാണ്. അപ്പോൾ സാമ്പാറിൽ വീണ അശ്വതി ജർമ്മനിയിൽ സെലീനിയെ തേടി എന്ന് ആലോചിച്ചാൽ മതി. സാമ്പാറിൽ വീണ അശ്വതി ജർമ്മനി പോയിട്ട് സെലീനിയെ തേടി. ഇത്രയും ആൾക്കാരാണ് മെറ്റലോയിഡ് കാറ്റഗറിയിൽ നമുക്ക് വരുന്നത്. ഒക്കറൻസിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് നോക്കാനില്ല. ഓസിക്ക് അൽഫാം കഴിച്ചു, നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഓക്സിജൻ മോസ്റ്റ് അബണ്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സൾഫറിൻ്റെ കേസിൽ ഇവരുടെയൊക്കെ ഫോർമുല അറിയണം. ഇപ്രാവശ്യം ഫോർമുല മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഫോർമുലയുള്ള ചോദ്യം വന്നിട്ടുണ്ട് ജെയ്ക്ക്. ഓക്കെ, സിലിക്കൺ നോൺ മെറ്റലായിട്ട് പരിഗണിക്കണം. അതെ ആനന്ദു, സിലിക്കൺ നോൺ മെറ്റലാണ്, മെറ്റലോയിഡായിട്ട് എടുക്കല്ലേ. ജിപ്സം, കാൽഷ്യം സൾഫേറ്റ് 2H2O. ഇപ്സം നമ്മൾ ഇപ്പോൾ മാഗി തരാമെന്ന് ആലോചിച്ചു. മാഗി, മെഗ്നീഷ്യം, ഇപ്പോൾ ഇപ്സം സോൾട്ട്. ബെറൈറ്റ്, ബേരിയം സൾഫേറ്റ് ആണ്. ഗലീന, പബ്ജി. PBയുടേത് ഗലീനിയാണ്, PBS ഗലീനിയാണ്. സിങ്ക് ബ്ലെൻഡ്, സിങ്ക് സൾഫൈഡ് ആണ്. കോപ്പർ പൈറൈറ്റ്സ്, ഇതൊക്കെ നമ്മുടെ സൾഫറിൻ്റെ ഓറുകളാണ്. ആ സൾഫറിൻ്റെ ഓറുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നെ നോക്കേണ്ടത് പൊളോണിയം റേഡിയോ ആക്റ്റീവ് ആണ്. യുറാനിയത്തിൻ്റെയും തോറിയത്തിൻ്റെയും റേഡിയോ ആക്റ്റീവ് ഡീക്കയിലൂടെയാണ് പൊളോണിയം കിട്ടുക. എന്നിട്ട് നമുക്കിവരുടെ ഗ്രൂപ്പ് 16ൻ്റെ പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മാക്സിമം റിലീസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഓക്സിജനാണെന്നാ, പക്ഷെ ഓക്സിജൻ അല്ല. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി വന്നിരിക്കുന്നത് സൾഫറിനാണ്. സൾഫർ കഴിഞ്ഞ് സെലീനിയം, ടെലൂറിയം, പൊളോണിയം കഴിഞ്ഞ് ഓക്സിജന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെ കുറവാണ്. കാരണം എന്താ? സ്മോൾ സൈസ് വളരെ കുറവാണ്.
അപ്പോൾ ഭയങ്കര സൈസ് കുറയുമ്പോൾ റിപ്പൾഷൻ കാരണം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ നമുക്ക് ഇങ്ങനെയാണ് വരിക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. വലിയ സീനൊന്നുമില്ല, ലാസ്റ്റ് വരുന്ന രണ്ടാൾ മാറി അത്രയേ ഉള്ളൂ. താഴേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടും. ഓക്സിജൻ സൾഫർ കൂടുകയല്ലേ ചെയ്യുക, ഓക്സിജൻ ഗ്യാസ് ആണ്. അപ്പം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും ഓക്സിജന്. ഓക്സിജൻ സൾഫർ സെലീനിയം ടെലൂറിയം പൊളോണിയം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സോ ദാറ്റ് ഈസ് യുവർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓർഡർ. ഇതിൽ വേറൊന്നും പഠിക്കണ്ട. ഡെൻസിറ്റി താഴേക്ക് വരുമ്പോൾ കൂടും, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും, ബാക്കിയൊക്കെ യൂഷ്വൽ ആയിട്ടുള്ള ട്രെൻഡാണ്. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. റെഡി? അപ്പം നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പൊ കഴിഞ്ഞ മാസത്തെ എക്സാമിന് നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഓക്സിജന് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്, ഓക്സിജന് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ പറ്റുള്ളൂ. ശരിയാ? അല്ല, നോർമലി -2 ആണ്, പക്ഷെ പെറോക്സൈഡിൽ -1 ആണ്, സൂപ്പർ ഓക്സൈഡിൽ -½ ആണ്, ഫ്ലൂറിന്റെ കൂടെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സൾഫറും സെലീനിയം ടെലൂറിയം +2ഉം +4ഉം +6ഉം ഒക്കെ കാണിക്കും, -2ഉം കാണിക്കും. പൊളോണിയം -2 കാണിക്കൂല. കാരണം എന്താ? അത് മെറ്റലാ. പൊളോണിയം +6 കാണിക്കില്ല. കാരണം എന്താ? ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ് പ്രകാരം ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേ കാണിക്കുള്ളൂ, പൊളോണിയം കാണിക്കൂല. പിന്നെ ഇതിൽ ഏറ്റവും കോമൺ ആയിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ഉം +6ഉം ആണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ. എന്നിട്ട് ഇവരുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നേരത്തെ പഠിച്ച പോലെ തന്നെ H2O, H2S, H2S, H2TE നേരത്തെ പഠിച്ച പോലെ തന്നെ പഠിക്കും. അപ്പോൾ താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും, ബോണ്ട് പൊട്ടിക്കാൻ പറ്റും, റെഡ്യൂസിങ് ക്യാരക്ടർ കൂടും, ആസിഡിക് ക്യാരക്ടർ കൂടും, അതൊക്കെ പറയാം. ബോണ്ട് ആംഗിൾ കുറയും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പരിഗണിക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതും ശ്രദ്ധിക്കുക. കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് അത് NH3യുടെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ഹയസ്റ്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് നടുക്കാ വന്നേ. വാട്ടറിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റും ഹയസ്റ്റ് ആണ്, ബോയിലിംഗ് പോയിന്റും ഹയസ്റ്റ് ആണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. നോർമലി നമ്മൾ ഓക്സിജന്റെ കൂടെയുള്ള റിയാക്ഷൻസ് ചെയ്യുമ്പോൾ EO2 ടൈപ്പും EO3 ടൈപ്പും ആണ് നമുക്ക് കിട്ടുക. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ NCERT പറഞ്ഞു 2 ടൈപ്പും നമ്മൾ അസിഡിക് ആണ്, രണ്ടാൾക്കാരും അസിഡിക് ആണ്. രണ്ടാൾക്കാർ തരുന്നതും സൾഫറും സെലീനിയവും ടെലൂറിയും ഒക്കെ 2 ടൈപ്പും തരുന്നത് അസിഡിക് ആണെന്ന് പറയുന്നു. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് SO2 ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, TeO2 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇപ്രാവശ്യം വന്ന ചോദ്യം അത്. ഹാലജൻസിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഹെക്സാ ഹാലൈഡ് ഉണ്ടാവും. അതിൽ SF6 മാത്രമാണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഹെക്സാ ഹാലൈഡ്. അതെല്ലാം ഹെക്സാ ഫ്ലൂറൈഡാ. ക്ലോറിനൊന്നും 6 ക്ലോറിനൊന്നും ചുറ്റും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ക്ലോറിന് വളരെ സൈസ് ഭയങ്കര വലുതാണ്. അപ്പോൾ 6 ക്ലോറിനെ വെക്കാൻ ബുദ്ധിമുട്ടാണ്. ടെട്രാ ഹാലൈഡ് എടുക്കുമ്പോൾ SF4 ഗ്യാസ് ആണ്, SeF4 ലിക്വിഡ് ആണ്, TeF4 സോളിഡ് ആണ്. ഡൈ ഹാലൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഒഴികെ ബാക്കി എല്ലാവരും ഡൈക്ലോറൈഡും ഡൈബ്രോമൈഡും തരും NCERT പ്രകാരം. മോണോ ഹാലൈഡുകളൊക്കെ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അതിന് ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കും. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് എന്തൊക്കെയാ? ഹെക്സാ ഹാലൈഡിലെ ഹെക്സാ ഫ്ലൂറൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. SF4 ഗ്യാസ് ആണ്. ഡൈ ഹാലൈഡിൽ ഓക്സിജൻ ഡൈക്ലോറൈഡും ഡൈബ്രോമൈഡും തരുന്നില്ല. മോണോ ഹാലൈഡ് ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അവർക്കൊക്കെ ഡിസ്പ്രപ്പോർഷനേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രൈഡ് ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് കൺസിഡർ ചെയ്താൽ മാസ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടണം. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് എങ്ങനെയായിരുന്നു? താഴേക്ക് വരുമ്പോൾ മാസ് കൂടുന്നു, അപ്പോൾ H2Oയേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. H2O, H2S, H2SE, H2TE ഇതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ H2Oയുടെ ബോയിലിംഗ് പോയിന്റ് കുറവല്ല, വളരെ കൂടി ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പം ഇത് തെറ്റായി, ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ഏതാന്ന് ചോദിച്ചാൽ അത് H2S ആയിരിക്കും.
H2S ആണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവായി വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് H2S. ഈ ചോദ്യം നോക്കാം. ഇതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന ചോദ്യം, ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ. Oxygen being the first member of the group 16 exhibit only -2 oxidation state. Is it correct? Oxygen being the first member of group 16 exhibit only -2 oxidation state. That is wrong. Oxygen -2 മാത്രമല്ലല്ലോ, -1 ഉണ്ട്, -half ഉണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്. സോ -2 മാത്രമേ എന്ന് പറയുന്നത് തെറ്റായി പോയി. So statement 1 is wrong. Statement 2. Down the group, the stability of +4 oxidation state decreases and +6 oxidation state increases. അത് ശരിയാണോ? താഴേക്ക് വരുന്നതിനനുസരിച്ച് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുകയും +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയാണോ ചെയ്യുക? നേരെ തിരിച്ചല്ലേ. ഇനേർട്ട് പെയർ എഫക്റ്റ് പ്രകാരം ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കൂടുതൽ സ്റ്റേബിൾ ആവണ്ടേ, അപ്പോൾ സ്റ്റെബിലിറ്റി കൂടാവണ്ടേ. ഡിക്രീസസ് എന്ന് പറയുന്നത് തെറ്റാ. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ട് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കണം. ദാറ്റ് ഈസ് യുവർ ആൻസർ. വേറൊരു ചോദ്യം. All 16 elements forms oxides of the general formula EO2 and EO3, where E, sulfur, selenium, tellurium, polonium, both types of oxides are acidic in nature. TeO2 is an oxidizing agent while SO2 is a reducing agent. Reducing property decreases from H2S to H2Te. The ozone molecule contains 5 lone pairs. ഓരോന്ന് നോക്കണേ. NCERTയിലുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ sulfur, selenium and tellurium form EO3 type also. Both the types of oxides are acidic in nature എന്ന് പറയാം. അപ്പോൾ രണ്ട് ടൈപ്പും acidic ആണെന്ന് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് NCERT പ്രകാരം ട്രൂ ആണ്. TeO2 ഓക്സിഡൈസിങ് ഏജന്റും SO2 റെഡ്യൂസിങ് ഏജന്റും ആണ്. താഴേക്ക് വരുമ്പോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഡിക്രീസസ് അല്ല, ഇൻക്രീസസ് ആണ്. ഓസോൺ മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 ഇലക്ട്രോൺസ് അഥവാ 6 ലോൺ പെയേഴ്സിനെ കാണാൻ പറ്റും. അപ്പൊ അത് തെറ്റാണ്. ശരിയായിരിക്കുന്നത് എയും ബിയും. ശരിയായിരിക്കുന്നത് എയും ബിയാ. ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പൊ ഞാനത് ഒന്നുകൂടി എടുത്തു പറയാണ്. ജനറൽ ആയിട്ട് EO2 EO3 ടൈപ്പുകളെല്ലാം അസിഡിക് എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. പിന്നെയാണ് ഹാലോജൻസ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസീൻ ആണ് ഹാലോജൻസ്. അവരെല്ലാം നോൺ മെറ്റൽസ് ആണ്. അതിൽ ഫ്ലൂറിൻ നമുക്ക് പ്രസന്റ് ആയിരിക്കുന്നത് ക്രയോലൈറ്റ് Na3AlF6. ഇപ്പൊ വന്ന ചോദ്യ. ഫ്ലൂർസ്പാർ ഈ CaF2. ഫ്ലൂർ അപ്പറ്റൈറ്റ് Ca3PO4 ട്വൈസ് CaF2. ക്ലോറിൻ ആണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ പ്രസന്റ് ആണ്. കാർണലൈറ്റിൽ KCl MgCl2 6H2 ആയിട്ട് പ്രസന്റ് ആണ്. അയോഡിൻ ആണെങ്കിൽ സീവീഡുകളിലും ചില്ലി സോൾട്ട് ബീറ്ററിലൊക്കെ അയോഡിൻ പ്രസന്റ് ആണ്. അപ്പോൾ ആ ഒക്കറൻസ് പ്രധാനമായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവരിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നോക്കണം. അതിൽ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡറാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ. നിർബന്ധമായിട്ടും ഇലക്ട്രോൺ അഫിനിറ്റി ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. ബോണ്ട് പൊട്ടിക്കാൻ ബുദ്ധിമുട്ട് ക്ലോറിനില്ല. ഫ്ലൂറിൻ 3-ാം സ്ഥാനത്താ. കാരണം എന്താ? സ്മോൾ സൈസ്, റിപ്പൾഷൻ. ഈ രണ്ട് കാര്യം മാത്രം നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവർ കളറൊക്കെ തരുന്നുണ്ട്. ഫ്ലൂറിൻ യെല്ലോ, ക്ലോറിൻ ഗ്രീനിഷ് യെല്ലോ, ബ്രോമിൻ റെഡ്, അയഡിൻ വയലറ്റ് എന്നിങ്ങനെ കളറൊക്കെ തരുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നോക്കുമ്പോൾ ഇവരെല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും തരും. പലതരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവരെല്ലാം റിയാക്ട് ചെയ്യുന്നു. ഫ്ലൂറിന്റെ റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. കാരണം ഫ്ലൂറിന് പെട്ടെന്ന് റിഡക്ഷൻ നടക്കും. പെട്ടെന്ന് റിഡക്ഷൻ നടക്കുന്നയാൾ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഫ്ലൂറിൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്.
കാരണം അതിന് പെട്ടെന്ന് റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി അഥവാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫ്ലൂറിന് കൂടുതലാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഫ്ലൂറിൻ റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഫ്ലൂറിന് ക്ലോറിനെയും ബ്രോമിനെയും അയോഡിനെയും ഒക്കെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേസ് Cl-, Br- ആൻഡ് I-. ഇവരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആവാനുള്ള കാരണം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറവാണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ നെഗറ്റീവ് ആണ്, ഹൈഡ്രേഷൻ എൻതാൽപ്പി നെഗറ്റീവ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ഇവരെ റിഡക്ഷൻ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹാലോജൻസിന് ഓക്സിഡൈസിങ് പവർ ആണ് പഠിക്കേണ്ടത്. ഫ്ലൂറിനാണ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഫ്ലൂറിനെ വെള്ളത്തിലിടുമ്പോൾ ഇതൊരു ചോദ്യമാണ്. ഫ്ലൂറിനെ വെള്ളത്തിലിടുമ്പോൾ HF+O2 കിട്ടുക. ക്ലോറിനോ ബ്രോമിനോ ആണെങ്കിൽ HCl, HOCl അല്ലെങ്കിൽ HBr, HOBr കിട്ടുക. അയോഡിന് വെള്ളത്തിൽ റിയാക്ഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലുള്ള റിയാക്ഷൻ നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HF, HCl, HBr, HI താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ബോണ്ട് പൊട്ടിക്കാം, ആസിഡിക് ക്യാരക്ടർ കൂടും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും HFന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് 2ാം സ്ഥാനത്താണ്, ബോയിലിംഗ് പോയിന്റ് ടോപ്പാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാരണം. ഓക്കെ, ഓക്സിജന്റെ കൂടെ ഇവരൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്. ക്ലോറിൻ ഓക്സിജന്റെ കൂടെ ഫ്ലൂറിൻ റിയാക്ട് ചെയ്ത് OF2, O2F2 നമുക്ക് കിട്ടുന്നു. അവരെ ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ക്ലോറിൻ ആണെങ്കിൽ ClO2നെ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബ്രോമിൻ വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ ആളാണ്. സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ അയഡിൻ കഴിഞ്ഞു, ക്ലോറിൻ കഴിഞ്ഞു, ബ്രോമിൻ. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. അതിൽ ബ്രോമിൻ നടുക്കുള്ള ആളായതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. മിഡിൽ റോ അനോമലി എന്നാണ് നമ്മളതിനെ വിളിക്കുക. അയഡിൻ വളരെ സ്റ്റെബിലിറ്റി കൂടിയ ഒരാളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവരുടെ ഈ റിയാക്ഷൻസും കാര്യങ്ങളുമാണ് നമ്മുടെ മൈൻഡിൽ പ്രധാനമായിട്ടും വരേണ്ടുന്നത്. റെഡി? എങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ പറയണം. വെൻ ബ്രോമിൻ ഈസ് ട്രീറ്റഡ് വിത്ത് അക്വസ്, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? Bromine is treated with aqueous solution NaF, NaCl, NaI separately. What happens? ഇതാണ് പറയേണ്ടത്. ബ്രോമിനെ separately treated with F-, Cl-, I-. What happens? ഞാൻ റിയാക്ടിവിറ്റി നോക്കിയാൽ ഫ്ലൂറിനാണ് കൂടുതൽ റിയാക്റ്റീവ്, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ലെസ് റിയാക്റ്റീവിനെ മാത്രമേ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഫ്ലൂറിനെയോ ക്ലോറിനെയോ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഫ്ലൂറിനും ക്ലോറിനും അവരെക്കാളും റിയാക്റ്റീവാണ്. ലെസ് റിയാക്റ്റീവ് ആയിരിക്കുന്ന ആളെ മാത്രമേ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അയോഡിൻ, ഓൺലി അയോഡിൻ ഈസ് ലിബറേറ്റഡ് എന്ന് നമുക്ക് പറയാം. അയോഡിൻ മാത്രമായിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ചോദ്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ചോദിച്ചു എന്നുള്ളത്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ. ഫ്ലൂർസ്പാർ എന്ന് പറയുന്നത് BaF3 ആണോ? അല്ല, ഫ്ലൂർസ്പാർ CaF2 അല്ലേ? സോ ദാറ്റ് ഈസ് റോങ്. റോങ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ക്രയോലൈറ്റ്, ഇതുകൊണ്ട് ഫോർമുല പഠിക്കണം എന്ന് പറഞ്ഞു. ക്രയോലൈറ്റ് Na3Al_F6 ആണ്. ഫ്ലൂർ അപ്പറ്റൈറ്റ് കാർണലൈറ്റ്. അപ്പോൾ അവരുടെയൊക്കെ ഫോർമുല സെയിം ആണ്. ദ എലിമെന്റ് ഡസ് നോട്ട് ഷോയിങ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബ്രോമിൻ കാണിക്കുമോ? കാണിക്കും. +1ഉം +3ഉം +5ഉം -1 ഒക്കെ കാണിക്കും. അയോഡിനും ക്ലോറിനും കാണിക്കും. എന്നാൽ ഫ്ലൂറിൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഫ്ലൂറിന് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഹാലോജൻസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത് കഴിഞ്ഞ് നോബിൾ ഗ്യാസസിലേക്ക് വരുമ്പോൾ നോബിൾ ഗ്യാസിൽ ഇപ്പം നോബിൾ ഗ്യാസിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നോബിൾ ഗ്യാസസിന്റെ ഒക്കറൻസിൽ അതിൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഏറ്റവും അബണ്ടന്റ് ആയിട്ട് വരുന്നത് ആർഗൺ ആണെന്ന് ശ്രദ്ധിക്കണം. ആർഗൺ ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള നോബിൾ ഗ്യാസ്. ഓക്കെ, അബണ്ടൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഈ 2 കാര്യം മാത്രം നോബിൾ ഗ്യാസിൽ ശ്രദ്ധിച്ചാൽ മതി. നോർമലി നോബിൾ ഗ്യാസസ് ഗ്യാസ് ആണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ വളരെ കുറവാണെന്നുള്ള പോയിന്റ് കൂടി നമ്മൾ നോക്കണം. ഓക്കെ, റെഡി? അപ്പോൾ ഇവരുടെ കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും.
നോബിൾ ഗ്യാസസിൻ്റെ കേസിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ. വാട്ട് ഈസ് ദ ആൻസർ അബൌട്ട് ദിസ്? ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? The noble gas which was discovered first in the sun and then on the earth. സണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് സണ്ണിൻ്റെ സ്പെക്ട്രത്തിൽ നമ്മൾ കാണുന്നത് ഹീലിയം ആണ് അല്ലേ? ഹീലിയം ആണ്. നമ്മൾ ഇവരുടെ കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഹീലിയം കോമ്പൗണ്ടുകൾ തരുന്നില്ല, നിയോൺ കോമ്പൗണ്ടുകൾ തരുന്നില്ല, ആർഗൺ കോമ്പൗണ്ടുകൾ തരുന്നില്ല. സൈസ് വലുതായിരിക്കുന്ന ആൾക്കാർ മാത്രമേ കോമ്പൗണ്ടുകൾ തരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് വലിയ സൈസുള്ളവർ മാത്രം കോമ്പൗണ്ടുകൾ തന്നേ? കാരണം അയോണൈസേഷൻ എന്താൽപ്പി അവർക്ക് കൊടുക്കാൻ പറ്റും. മറ്റേതിന് വളരെ ചെറുതായതുകൊണ്ട് ഹ്യൂജ് അയോണൈസേഷൻ വേണ്ടി വരും. അപ്പൊ ആരുടെ കോമ്പൗണ്ട് ഇതുവരെ കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ ഹീലിയം, നിയോൺ, ആർഗൺ ഇവരുടെ കോമ്പൗണ്ടാണ് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് പോളറൈസ് ചെയ്യാൻ കഴിയുന്ന നോബിൾ ഗ്യാസ് ഏതായിരിക്കും? ഏറ്റവും ഈസി ആയിട്ട് പോളറൈസ് ചെയ്യാൻ കഴിയുന്നത് സൈസ് കൂടുതലുള്ളതിനെ പോളറൈസേഷൻ ഈസിയാണ്. ഫജാൻസ് റൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസുള്ള സെനോണിനെ പോളറൈസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നോബിൾ ഗ്യാസസിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഇത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ നിങ്ങൾ ആ ഇക്വേഷൻസ് ഫസ്റ്റ് മാൻ മെയ്ഡ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ഏതാ? XCPTF6 അതും പഠിക്കണം നിർബന്ധമായിട്ടും. ഫസ്റ്റ് മാൻ മെയ്ഡ് അത് പഠിക്കണം. നിങ്ങൾ ഈ വർഷത്തെ ചോദ്യം നോക്കിയാൽ കാണാം. ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തന്നിരിക്കുന്നു. നോബിൾ ഗ്യാസസിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആണോ? അല്ല, വളരെ ലോ ആയതുകൊണ്ട് അവർ ഗ്യാസ് ആയത്. കാരണം എന്താ? അവിടെ വീക്ക് ഇന്ററാക്ഷൻ ആണ്, സ്ട്രോങ് ഇന്ററാക്ഷൻ അല്ല. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇപ്പൊ വന്ന ചോദ്യം അത്. അപ്പൊ ഇങ്ങനെ നോബിൾ ഗ്യാസസിന്റെ പ്രോപ്പർട്ടീസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും അബണ്ടൻസിലും സ്ട്രെസ് ചെയ്യുക. പിന്നെ നമുക്ക് അവരുടെ ഫസ്റ്റ് കോമ്പൗണ്ടുകൾ, ഫസ്റ്റ് മാൻ മെയ്ഡ് കോമ്പൗണ്ടുകൾ, മറ്റു കോമ്പൗണ്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പി ബ്ലോക്ക് എലിമെന്റ്സിനെ മൊത്തത്തിൽ നമ്മൾ ഇതോടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പി ബ്ലോക്ക് എലിമെന്റ്സ് ഓർത്തെടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ഇനിയും സെക്കൻഡ് ഫേസിലും JEEക്ക് വരാൻ പോകുന്ന പി ബ്ലോക്ക് എലിമെന്റിന്റെ പ്രത്യേകത ഫാക്ട്സ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റീഡ് ദീസ് പോർഷൻ. NCERTയിലുള്ള അതേ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞ് നമുക്ക് വരാം. So read all the portions from NCERT. വായിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരെയാണ്. ഓക്കെ, so that's about the session today. Thank you everyone. Thank you all. Wish you all the best for your second session, especially P block elements. Thank you.